بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس ناني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരങ്ങളെ, SSFന്റെ 31ാമത് സാഹിത്യോത്സവം എറണാകുളം ജില്ലയുടേത് ഈ ആത്മീയ മജ്‌ലിസിലൂടെ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. അരനൂറ്റാണ്ടിലേറെക്കാലം കേരളത്തിൻ്റെ മണ്ണിൽ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച സമാനതകളില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളത്. ഭൗതിക ലാഭേച്ഛകളില്ലാതെ വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉന്നതമായൊരു സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന, ഏറ്റവും മഹിതമായ ഒരു ആശയത്തിന്റെ പ്രചാരകരായി നിലകൊള്ളുന്ന ഒരു പറ്റം വിദ്യാർത്ഥി സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് ഈ അരനൂറ്റാണ്ടുകാലം കൊണ്ട് SSF നിർവഹിച്ചിട്ടുള്ളത്. വളരെ അഭിമാനപൂർവം കഴിഞ്ഞകാല ചരിത്രങ്ങളെ നമ്മൾ അയവിറക്കുമ്പോഴും പുതിയ കാലത്തും വളർന്നുവരുന്ന തലമുറയോട് ചേർന്നു നിൽക്കാനും അവരെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്താനും
സാധിക്കുന്നു എന്നുള്ളത് സന്തോഷപൂർവമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഏതു വഴിയിലേക്കും തിരിഞ്ഞു പോകാൻ പറ്റുന്ന പ്രായത്തിലുള്ളവർ, നാലാളുകൾ കൂടിയാൽ അവിടെയുള്ള ചർച്ച എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പുതിയ കാലത്തെ യുവാക്കളൊക്കെ ആകെ നശിച്ചുപോയി. ആ കൂടെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്നിങ്ങനെയുള്ള ആവർത്തിച്ചുള്ള അവലോകനത്തിന്റെ പറച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. അധാർമികമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ കാഴ്ചകൾ കണ്ടുമടുത്ത ആളുകൾ ആവർത്തിച്ചിങ്ങനെ പറയുമ്പോൾ ആ ആത്മരോദനം കേവലം ഈ അവലോകനങ്ങളിലായി മാത്രം അവശേഷിക്കുമ്പോൾ ഇത്തരമൊരു പരിതസ്ഥിതിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചേർന്നു പോകുന്ന കൂട്ടുകാരെ കൈപിടിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തിരയുമ്പോഴാണ്, അന്വേഷിക്കുമ്പോഴാണ് അവിടെ SSF എന്ന മൂന്നക്ഷരം തെളിയുന്നത്. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് സ്വപ്നമുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ മനസ്സിൽ താലോലിച്ചുകൊണ്ടാണോ ഏതൊരു രക്ഷിതാവും ഒരു പ്രിയപ്പെട്ട മകളെ വളർത്തിക്കൊണ്ടു പോകുന്നത്? ആ ലക്ഷ്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകുന്നത് വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമതായി ഉണ്ടാകുന്നത് അവന്റെ ജീവിതത്തിന്റെ സംസ്കാരങ്ങളും പ്രവർത്തനങ്ങളും അത് വിശുദ്ധമായ മതത്തോട് ചേർന്നു നിന്ന് പോകുക എന്നത്. ഈ അടിസ്ഥാനപരമായ 2 ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരമുണ്ടായാൽ അതിന്റെ അപ്പുറത്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസത്തിന്റെ സ്വപ്നങ്ങളും ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിലുള്ള അദ്ദേഹത്തിന്റെ ആ മകന്റെ അല്ലെങ്കിൽ മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള എല്ലാ സ്വപ്നങ്ങളും അതിനുശേഷമുള്ളതാണ്. സെക്കൻഡ് പ്രയോറിറ്റിയാണ് അതിനുള്ളത്. ഒരു വിശ്വാസിയുടെ ചിന്ത അങ്ങനെയാകും. അങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു രക്ഷിതാവിന്റെയും മനസ്സിൽ പുതിയ കാലത്ത് ആകുലതകളുണ്ട്. ഞാൻ അവലോകനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ആ പറച്ചിലുകൾ തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പറച്ചിലുകളിൽ മാത്രമാണ് പലതും അവസാനിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തിയത്. ആ അഭിപ്രായങ്ങൾ പുതിയ കാലത്തിന്റെ ഗതിവിഗതികളെ നോക്കി വിലയിരുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. നവലിബറൽ ചിന്തയിലൂടെ മതത്തെ തന്നെ ത്യജിക്കാൻ മനസ്സുള്ളവരായി ഈ മതത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒറ്റപ്പെട്ടുകൊണ്ടാണെങ്കിലും അതിവിശാലമല്ലെങ്കിലും അത്തരം കാഴ്ചകൾ കാണുമ്പോൾ ഹൃദയവേദനയാണുള്ളത്, മനം നൊന്ത് പിടയുകയാണ്. വിശുദ്ധരായ പ്രവാചകർ കാണിച്ചു തന്ന ശ്രേഷ്ഠമായ ഒരു ജീവിത വഴിയോട് നിരാശം കാണിച്ച് താൽക്കാലികമായ ചില സുഖങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി മഹിതമായ മൂല്യവത്തായ കാര്യങ്ങളെ വലിച്ചെറിയുന്ന മനോദലം എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണ് എന്ന് ഗൗരവത്തിൽ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇനി അതിന്റെയും അപ്പുറത്ത് മതത്തിനകത്തു തന്നെ നിൽക്കണമെന്ന് വിചാരിക്കുന്നവർ, തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്ന് ആലോചിച്ച് അതിന് വിലങ്ങായി നിൽക്കുന്നവർ രക്ഷിതാക്കളാണെങ്കിൽ ആ രക്ഷിതാക്കളോടുള്ള കലിപ്പ്, അവരോടുള്ള വിരോധം. ഇനി അതല്ല, തനിക്ക് അറിവ് പകർന്നു തരുന്ന, ഏതർത്ഥത്തിലുമുള്ള അറിവ് പകർന്നു തരുന്ന ഗുരുവര്യന്മാരാണ്, അധ്യാപകന്മാരാണ് അതിന് തടസ്സം നിൽക്കുന്നതെങ്കിൽ അങ്ങനെ തടസ്സം നിൽക്കുന്നവരോടുള്ള വിരോധം. ഇനി അതിന്റെയും അപ്പുറത്ത് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ കുറച്ചൊക്കെ നന്മ ആലോചിക്കുന്ന മുതിർന്ന ആളുകൾ, നാട്ടിലുള്ള കാരണവന്മാർ, ഒരു പ്രദേശത്തിന്റെ നേതൃത്വം, അവരാണ് തടസ്സമെങ്കിൽ അവരോടുള്ള വിരോധം. ഈ വിരോധത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ തന്റെ വൈയക്തികമായ ചില താല്പര്യങ്ങൾക്ക് ഇവർ തടസ്സം നിൽക്കുന്നു എന്നത്.
അതൊന്നുകിൽ താൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനോടൊപ്പം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ വ്യത്യസ്തങ്ങളാകുന്ന ഇനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വിരോധമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ആടിപ്പാടി തിമർത്ത് ഉന്മാദത്തരായി ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ഇങ്ങനെ യാന്ത്രികമായി പോകുന്ന ആ ഒരു രീതിയോടുള്ള വിരോധം പ്രകടിപ്പിക്കുന്നതിന്റെ പ്രതിഷേധമായിരിക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഈ വളർന്നു വരുന്ന തലമുറയിൽ അവരെ ഉപദേശിക്കുന്ന ആളുകളോട് വിരോധമുണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ജനിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നന്മ വളർത്തിത്തരേണ്ട കലാലയങ്ങൾ ഇന്നത്തെ സഞ്ചാരം എങ്ങനെയാണ്? നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കുറിച്ചാണല്ലോ ഇന്നത്തെ ആലോചന. നമ്മുടെയൊക്കെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളിൽ എത്ര പേർ നിർഭയത്വത്തോടെ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വിലയിരുത്തൽ നടത്തുന്നുണ്ട് എന്നത് വളരെ പ്രസക്തമാണ്. ദീർഘമായി വളരെ അടിസ്ഥാനപരമായും വളരെ ഗൗരവതലത്തിലും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആലോചിക്കുമ്പോ ഭൂരിപക്ഷം രക്ഷിതാക്കളും യഥാർത്ഥത്തിൽ പ്രതീക്ഷയുള്ളവരല്ല. ഞാൻ പല ആളുകളോടും സംസാരിക്കാറ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു നിർഭയത്വത്തോടെ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അവള് മോശമാവില്ല അല്ലെങ്കിൽ അന്യായങ്ങളിലേക്ക് പോകില്ല എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം എത്ര ശതമാനം രക്ഷിതാക്കൾക്കുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. എന്ന് പറഞ്ഞാൽ ആ രക്ഷിതാവിന്റെ സ്വപ്നത്തിനും താല്പര്യത്തിനും അനുസരിച്ചല്ല തന്റെ സ്വന്തം മക്കൾ തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് വരികിൽ അപ്പോഴാണ് ആ മക്കളും ഈ രക്ഷിതാക്കളും തമ്മിലുള്ള ആത്മബന്ധത്തെയും അവരുടെ ലക്ഷ്യങ്ങൾ പരസ്പരം ചേർന്നു പോകുന്നതിന്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചും നമുക്ക് ആലോചന വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മക്കൾ നമ്മൾക്കെതിരായി തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ആശയത്തിന് വിരുദ്ധമായി തന്നെ മാറി ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യം ഇങ്ങനെയൊക്കെ ആകുന്നു എന്ന് പറഞ്ഞ് നമ്മളാകെ നിരാശപ്പെടുക എന്നത് അതിന്റെ ഒരു പരിഹാരമല്ല. മറിച്ച് അത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെ കിരണങ്ങളുമായി മുന്നിട്ടിറങ്ങാനുള്ള ശക്തി കാണിക്കുന്ന രക്ഷിതാവും അതേപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു നല്ല സമൂഹവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. കലാലയങ്ങളിൽ തന്നെ അരാജകത്വം വളരുന്നു, വികസിക്കുന്നു. ചെകുത്താൻ കൂട്ടായ്മകളാണ് അവിടെയുള്ളത്. സാത്താൻ ടീംസ് ആണുള്ളത്. ഡോഗ് ഫോഴ്സ് ആണുള്ളത്. ഇതൊക്കെ പുതിയ കാലത്തെ ചില ഗ്യാങ്ങുകളുടെ പേരാണ്. പഴയ കാലത്ത് ഇതൊക്കെ അസഭ്യമാണ്. പഴയ കാലത്തെ അസഭ്യങ്ങൾ ഇപ്പോൾ സഭ്യമായിരിക്കുകയാണ്. അത് എടുത്തണിയാൻ ആവേശം കാണിക്കുകയാണ്. അതിനോട് താല്പര്യം തോന്നുകയാണ്. നന്മയെന്ന് പറഞ്ഞത് തിന്മയായി വായിക്കപ്പെടുന്ന ഒരു കാലത്ത്, തിന്മകൾ നന്മയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത്, അത്തരമൊരു പശ്ചാത്തലത്തിലാണ് പിശാചിനെ പ്രണയിക്കുന്ന പുതിയ തലമുറയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മറ്റൊരു ഭാഗത്ത് ഡിങ്കോയിസത്തിന്റെ വക്താക്കളായി നവലിബറൽ ചിന്തയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഈ കാഴ്ചകളെല്ലാം നിറഞ്ഞാടുമ്പോൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇതാ എല്ലാം കഴിഞ്ഞു, പോയി, കൈവിട്ടുപോയി, ഇനി രക്ഷയില്ല, ഇതെന്തൊരു കളിയാ എന്ന് പറഞ്ഞിട്ട് നിരാശയുടെ പ്രതികരണം നടത്തുമ്പോൾ പ്രതീക്ഷയുടെ പ്രഖ്യാപനം നടത്തുന്ന ഒരുപറ്റം ആളുകളുണ്ട് ഇവിടെ. ആ ആളുകൾ ആരാണ്? ആ ആളുകൾ 50, 60, 70 വയസ്സുള്ള ആളുകളല്ല, അല്ലെങ്കിൽ 30, 40 വയസ്സുള്ള ആളുകളല്ല. പിന്നെ ആരാണവർ? അവർ 10, 15, 20, 25 വയസ്സുള്ളവര് എന്ന് പറഞ്ഞാൽ
എല്ലാവരും ഇതാ അന്യായത്തിലേക്ക് ചേക്കേറുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇല്ല, ആ സർവ അന്യായങ്ങളോടും പൊരുതാനുള്ള മനസ്സോടെ ചങ്കൂറ്റത്തോടെ നിലനിൽക്കുന്ന ഒരുപറ്റം വിദ്യാർത്ഥി സഹോദരങ്ങളുടെ പ്രതിനിധാനങ്ങളുണ്ട് ഇവിടെ. ആ പ്രതിനിധാനങ്ങൾ എന്ന് പറയുന്നത് അതാണ് SSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ എന്ന് പറയുന്നത്. ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളാണത്. പുതിയ കാലത്ത് എന്തിലേക്കും ചേക്കാറാൻ പറ്റുന്ന അതേ പ്രായത്തിലുള്ളവർ, അതേ മാനസികാവസ്ഥയുള്ളവർ, അതേ സ്വാതന്ത്ര്യം തുറന്നു വെക്കപ്പെട്ടവർ, അങ്ങനെ തുറന്നു വെക്കപ്പെട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാണേണ്ടത്. അവരെയാണ് പ്രചോദിപ്പിക്കേണ്ടത്, അവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്, അവരെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അവരാണ് ഭാവിയുടെ പ്രതീക്ഷ. അവരിലൂടെയാണ് ഈ ഉമ്മത്തിന്റെ മുഴുവനും വളർച്ച, അവരിലൂടെയാണ് ഒരു ഗ്രാമത്തിന്റെ മുഴുവനും സ്വസ്ഥത, അവരിലൂടെ തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ മുഴുവനും വികാസം. തർക്കമില്ല, സംശയമില്ല. ആ ഒരർത്ഥത്തിലാണ് SSF എന്ന മഹത്തായ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരെയും നമ്മൾ കാണേണ്ടത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രക്ഷിതാവിന് തന്റെ ഹിതത്തിനും തന്റെ താല്പര്യത്തെയും ഒരു പരിധിയോളം പരിഗണിച്ച് ആത്യന്തികമായ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുന്ന മകനെയാണ് ആവശ്യമുള്ളതെങ്കിൽ, എന്റേതു തന്നെയായി എല്ലാ കാലത്തുമുള്ള മകനെയാണ്. എന്നെ വലിച്ചെറിയുന്നവനല്ല, എന്നെ തെരുവിലേക്ക് തള്ളുന്നവനല്ല, എന്നോട് ആക്രോശിക്കുന്നവനല്ല, എന്നെ പാരതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നവനല്ല, ആ നിയമത്തിന്റെ പഴുതു പിടിച്ചിട്ട് എന്നെ ഇല്ലായ്മ ചെയ്യുന്നവനല്ല. അങ്ങനെയൊന്നുമില്ലാത്ത, അത്തരം ചിന്തകളിലേക്കൊന്നും പോകാത്ത, ഒരു പക്ഷേ ചിലതൊക്കെ ചില വിഷയങ്ങളിലൊക്കെ കുറവുണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസത്തെയും മൂല്യവത്തായ സംസ്കാരത്തെയും ഒരു പരിധിവരെ ജീവിതത്തോടെ ചേർത്തുവെച്ച് നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ, നമ്മൾ ഇതുവരെ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തുന്ന നിങ്ങളുടേതായ മക്കളെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ, അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവേ, പ്രിയപ്പെട്ട ഉമ്മ, അവിടെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുടെ വഴി തുറക്കുന്ന പ്രസ്ഥാനമായി SSF എന്ന പ്രസ്ഥാനം വരുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ നമുക്കായി തന്നെ നിൽക്കണമെങ്കിൽ അതിന് ഇവിടെ വിദ്യാർത്ഥി സംഘടനകളല്ല, അവരെല്ലാം ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പഴയ കാലത്ത് ചില മൂല്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ ആളുകൾ, ചില വലിയ ആദർശപരമായ കാര്യങ്ങൾ പങ്കുവച്ച ആളുകൾ, അവരൊക്കെ ഇപ്പോൾ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പ്രേമത്തെക്കുറിച്ച്, കാമത്തെക്കുറിച്ച്, അതേപോലെ തന്നെ മനുഷ്യന്റെ വ്യത്യസ്തങ്ങളാകുന്ന വൈകാരികതകളെ കുറിച്ച്, തന്റെ ഈ പുതിയ കാലത്ത് നിലനിൽക്കുന്ന ചില ഹിതങ്ങളെ കുറിച്ച്, അതെല്ലാമാണ് ശരി എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങള് ഈ കുടുംബത്തിന്റെ കെട്ടുപാടിൽ നിൽക്കേണ്ടവരല്ല. നിങ്ങൾ സമൂഹം സദാചാരം എന്ന് പറയുന്നതിനെ അങ്ങനെ അല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മുന്നോട്ട് നയിക്കുന്ന ചിന്തയും അത്തരം ആശയങ്ങളും അത് ന്യായവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നവരായി പുതിയ കാലത്തെ ഏറെക്കുറെയുമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് മാറിയിട്ടുണ്ട്. എല്ലാരും കണക്കാണ്, അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരം ശബ്ദങ്ങളാണ് ക്യാമ്പസിൽ നിന്ന് കേൾക്കുന്നത്. അവർ വരച്ചു വെക്കുന്ന ചിത്രങ്ങൾ, പണ്ട് കാലത്ത് ആഭാസം, കാണാൻ വയ്യ എന്ന് വിചാരിക്കുന്ന ചിത്രങ്ങൾ വരച്ചു വെക്കുന്നു മഹാരാജാസിന്റെ മുന്നില്. അതേപോലെയുള്ള വ്യത്യസ്ത കലാലയത്തിന്റെ മുന്നില് വരച്ചു വെച്ച ചിത്രങ്ങള് ഫേസ്ബുക്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് പണ്ട് കാലത്തൊന്നും കാണാറില്ല, പക്ഷേ പുതിയ കാലത്ത് അത് ആവേശമാകുന്നു. അതാണ് അജണ്ട, അതാണ് ആശയം. ഈ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ധാർമ്മികമായ വഴികളിൽ നിന്നോ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സർവാധി കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് അത്തരം കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നന്മയ്ക്കു വേണ്ടി ശബ്ദിക്കാൻ ഒരു പറ്റം ആളുകൾ നിൽക്കുന്നത്.
അൽഹംദുലില്ലാഹ്, അതത്ര വലിയ സന്തോഷമാണ്, എത്ര സംതൃപ്തമായ കാര്യങ്ങളാണ്. പ്രതീക്ഷയുണ്ട് രക്ഷിതാക്കളെ, ഉമ്മമാരെ, അസ്തമിച്ചിട്ടില്ല. ഈ കലുഷമായ അന്തരീക്ഷത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു പറ്റം വിദ്യാർത്ഥികളെ വിളിക്കുന്നു ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന്. അത് കേവലം ഒരു വിളിയല്ല, അവരെ പലരും വിളിക്കുന്നുണ്ട്. എന്തിലേക്കാ വിളിക്കുന്നത്? അതേ, ഒരു ഭാഗത്ത് മയക്കുമരുന്നിന്റെ വിതരണക്കാര് വിളിക്കുന്നുണ്ട്, കാശു തരാമെന്ന് പറയുന്നുണ്ട്, ആസ്വദിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നോ പറയുന്ന മനസ്സില്ലയോ? ഇനിയോ തന്റെ കൂടെ പഠിക്കുന്ന അതേ പെൺകുട്ടികൾ ആഭാസകരമായ കാര്യത്തിനു വേണ്ടി വിളിക്കുമ്പോ എനിക്കൊരു നിലപാടുണ്ടെന്ന് പറഞ്ഞ് പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടുകാരില്ലയോ? അതേ, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സംസാരങ്ങൾ ഉയർന്നു വരുമ്പോ അത് ചിലപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായിരിക്കാം ഒരു കലാലയത്തിന്റെ മുറ്റത്ത്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ സംസാരങ്ങളായിരിക്കാം. ആ സംസാരത്തെ അഭിമാനപൂർവ്വം ഉറക്കെ പറയാൻ അത് ക്യാമ്പസിന്റെ ഒരത്തു നിന്നോ കവലയുടെ പരിസരത്തു നിന്നോ ആർജവത്തോടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കരുത്തു കാണിക്കുന്നവനില്ലയോ? ആ മക്കളെയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാണേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന SSFകാരില്ലേ, ഞാൻ സന്തോഷപൂർവ്വം പറയട്ടെ, നിങ്ങൾ നിർവഹിക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല. നിങ്ങൾ നിലകൊള്ളുന്ന ഒരാശയം അതും ചെറുതല്ല. നിങ്ങൾ നിർവഹിക്കുന്ന ദൗത്യമോ അതും നിസ്സാരമല്ല. അതിനെയൊന്നും ചെറുതായി കാണാനുള്ള നിവൃത്തിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ആത്മീയതയുടെ ഔന്നിത്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല, പ്രാഥമികമായ തലത്തിലായിരിക്കാം. ശരി, നിങ്ങൾ അവിടെ നിൽക്കൂ, അങ്ങനെ സാവകാശം വളരൂ. ആ നിൽപ്പുണ്ടല്ലോ, ഏതു കാലത്തുള്ള നിൽപ്പാണ്. ആ നിലപാടുണ്ടല്ലോ, അതേതു കാലത്തുള്ള നിലപാടാണ്. അത് കാലം, അതേ, ഈ കാലഘട്ടത്തിലെ സമൂഹം മോശമായ സന്ദർഭത്തിലുള്ള നിലപാടാണ്. ആ കാലത്തെ കുറിച്ചാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ചത്. തീക്കട്ട കയ്യിലിട്ടു തന്നാൽ പിടിക്കുമോ? അത് കയ്യിൽ വെച്ചേക്കുമോ? കുതറി മാറുമോ? വലിച്ചെറിയുമോ? താഴേക്കിടുമോ? അതേ, സ്വാഭാവികമായും കയ്യിൽ നിന്ന് ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ ഒരു കാലം വരും, ആ കാലത്തിന്റെ ഗതി എന്താണ്? അന്ന് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവർ, എന്റെ വിശ്വാസം ഇസ്ലാമിന്റേതാകണം, അതിലണിയുള്ള അതേ ചെറിയൊരു തലത്തിലെങ്കിലും വ്യതിചലനം പറ്റൂല എന്ന് പറയുന്ന മനസ്സുള്ളവരില്ലേ? അതേ, വിശുദ്ധരായ പ്രവാചകര് പഠിപ്പിച്ച സുന്ദരമായ സംസ്കാരങ്ങളില്ലയോ? ആ സംസ്കാരങ്ങളെ ആവുന്നിടത്തോളം ചേർത്തു വെക്കാൻ ശ്രമിക്കുന്നവരില്ലയോ? അത്തരക്കാർ അതിനെ മുറുകെ പിടിക്കുമ്പോ ഒരു തീക്കട്ട കയ്യിലിട്ടു തന്നതുപോലെയാണ്. ഇത് തെറിപ്പിച്ചു കളയാനാണ് ശ്രമിക്കുന്നത്, ഇത് വലിച്ചെറിയാനാണ് തോന്നുന്നത്. അതേ, തന്റെ സഹപാഠികൾ പരിഹസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലോകം തിരിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളേത് ലോകത്താ ജീവിക്കുന്നത് എന്ന അഭിപ്രായങ്ങളുണ്ട്. അതേ, പരിഹാസത്തിന്റെ വ്യത്യസ്ത ഡയലോഗുകളുണ്ട്. അത് കേൾക്കുമ്പോൾ അതേ മനസ്സൊന്ന് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ലെങ്കിലോ അവരുടെ ഹിതത്തിനനുസരിച്ച് വരുന്നില്ല എന്ന് വരുമ്പോ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എന്റെ മോനെ, എന്റെ മോളെ, പെങ്ങളെ, മനസ്സ്
മനസ്സിനകത്ത് ഇസ്ലാമിനോടൊരു സ്നേഹം സൂക്ഷിച്ചിട്ട് വിശ്വാസത്തെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആവുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചിട്ട് അരുതായ്മകളോട് പ്രതിഷേധത്തിന്റെ മനസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് വലിയ സൗഭാഗ്യമാണ്, അത് വലിയ സന്തോഷമാണ്. മൻ റആ മിൻകും മുൻകറ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന്യായപരമായ കാര്യങ്ങൾ വല്ലതും കണ്ടാൽ ഫല്യുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഫഇല്ലം തസ്തതി, നിനക്കതിനെ സാധിക്കൂലേ, ഫബിലിസാനിഹി, അതേ നാക്കുകൊണ്ട് പ്രതിരോധിക്കേണ്ടതാണ്. ഫഇല്ലം തസ്തതി, നിനക്കതിനും സാധിക്കൂലേ, ഫബിഖൽബിഹി, മനസ്സുകൊണ്ടെങ്കിലും വിരോധം വേണ്ടതാണ്. ആ മനസ്സിലുള്ള വിരോധമെങ്കിലും ഇല്ലാത്തവനോ അവന്റെ കൽബിൽ ഈമാനിന്റെ പ്രകാശം അസ്തമിച്ചു പോയവനാണ്. ഓ ചെറുപ്പക്കാരാ, പെങ്ങളെ, ഈ 3 വിധത്തിലുള്ള പ്രതിരോധമാണ്. അതേ തൂലിക ചലിപ്പിക്കാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ട്. സാഹിത്യോത്സവം 31 വർഷക്കാലം നടത്തുന്നത് എന്തിനാണ്? കേവലം നിങ്ങൾ പ്രൈസ് വാങ്ങിപ്പോകാനല്ല, പിന്നെയോ നിങ്ങളെ തൂലിക ചലിക്കേണ്ടതുണ്ട്. ആ തൂലിക ചലിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയാണ്, മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്, ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയാണ്, സ്നേഹത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാനാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂല്യവത്തായ വിചാരങ്ങള് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൈത്തലങ്ങളെ ചലിപ്പിച്ച് പേനയിൽ നിന്ന് അക്ഷരങ്ങളെ നിർഗലിക്കുമ്പോ ആ അക്ഷരങ്ങൾ ആയുധങ്ങളാണ്, ആ അക്ഷരങ്ങൾ മൂർച്ചയുള്ളതാണ്, അക്ഷരങ്ങൾ വിപ്ലവത്തിന് കരുത്തുള്ള വല്ലാത്ത വിസ്ഫോടനമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, അതേ ഒരു പണ്ഡിതന്റെ കലമിൽ നിന്ന് നിർഗലിക്കുന്ന മഷിത്തുള്ളികളില്ലേ, ആ മഷിത്തുള്ളികൾ രക്തസാക്ഷിയിൽ നിന്ന് നിർഗലിക്കുന്ന രക്തത്തുള്ളികൾക്ക് സമാനമാണെന്ന് പഠിപ്പിച്ചു വെച്ചത് വെറുതെയല്ല. അതേ, നിങ്ങളെ പ്രബന്ധം എഴുതാനല്ലേ, നിങ്ങളെ മത്സരത്തിന് വിളിക്കുന്നത്, കവിത എഴുതാനല്ലേ വിളിക്കുന്നത്, കഥ എഴുതാനല്ലേ വിളിക്കുന്നത്, അതേ ചില ചിത്രങ്ങൾ വരയ്ക്കാനല്ലേ വിളിക്കുന്നത്, ചില ആശയങ്ങൾ പ്രസരിപ്പിക്കാനുള്ള ആ വാചകങ്ങൾ എഴുതാനല്ലേ വിളിക്കുന്നത്. സഹോദരാ, OSSFുകാരാ, അതിനു വേണ്ടി വിളിക്കുമ്പോ നിങ്ങളൊന്ന് കൂടെ നിന്നാൽ അതുകൊണ്ട് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. കേവലം ഒരു മത്സരം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, നിങ്ങളെ കഴിവുകളെ തിരിച്ചറിയാനാണിത്. ആ തിരിച്ചറിവിലൂടെ വരും നാളുകളിൽ അതിനെ പ്രയോഗിക്കാനാണ്. ആ പ്രയോഗത്തിലൂടെ അതേ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കൈകളെ കൊണ്ടുള്ള അന്യായങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം ഒരു ഭാഗത്താണ്. നല്ല പ്രഭാഷണങ്ങളല്ലേ, കഥ പറച്ചിലുകളല്ലേ, അൽഹംദുലില്ലാഹ് മഹാന്മാരുടെ ജീവിതത്തിലെ സുന്ദരമായ ചരിത്രഭാഗങ്ങളെ എടുത്തുദ്ധരിച്ച് കഥ പറയുന്ന കുട്ടികൾ നാളെ ഈ വേദിയിലേക്ക് വരുമല്ലോ. അവരാരെ കുറിച്ചാ പറയുന്നത്? അവരോ തങ്ങളെ കുറിച്ചാ പറയുന്നത്. അതേ റിഫായി ശൈഖ് തങ്ങളെ കുറിച്ചാ പറയുന്നത്. അവരോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാ പറയുന്നത്. ആ പറച്ചിൽ ആവർത്തിക്കുമ്പോൾ അന്തരാളങ്ങളിൽ ആശയമുറക്കുകയാണല്ലോ.
ഒരു നല്ല ഗുണപാഠമുള്ള കഥ പറഞ്ഞാൽ അത് സമൂഹത്തിന് വേണ്ടിയാണ്. ആ കഴിവിനെ തിരിച്ചറിഞ്ഞാൽ ഒരുപാട് അത്തരം കഥകൾ പറയാനാണ്. അതിലൂടെ ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനു വേണ്ടി തന്റെ നാക്കുകളെ പ്രയോഗിക്കലാണ്, വാക്കുകളെ പ്രയോഗിക്കലാണ്. പ്രഭാഷണമായാലും കഥയായാലും അതേ നാക്കിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അന്യായങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ അതിന് പാകപ്പെടുത്തുന്നതാണ് സാഹിത്യോത്സവം. അത് നിരന്തരം നിർവഹിക്കുന്ന ഒരു സംഘമാണ് SSF എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നത്. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ ഒരംഗമായി മുന്നോട്ട് പോകുമ്പോ ഏത് കലുഷമായ സാഹചര്യത്തിലും ഉറക്കെ വിളിച്ചു പറയാൻ, നന്മയെ കുറിച്ച് സംവദിക്കാൻ, നന്മയ്ക്ക് വേണ്ടി പേന ചലിപ്പിക്കാൻ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, തിന്മയോട് മനസ്സിൽ അങ്ങേയറ്റത്തെ വെറുപ്പ് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാലോ വലിയ ഭാഗ്യമാണ്. അവര് വലിയ ദൗത്യം നിർവഹിക്കുന്നവരാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി വലഹു അജ്റു മിഅത്ത് ഷഹീദ്. എന്റെ തിരുചര്യയെ മുറുകെ പിടിച്ചാൽ സമൂഹം ഫസാദായ ഒരു കാലഘട്ടത്തിൽ തിരുപ്രവാചകരുടെ ശ്രേഷ്ഠമായ ജീവിതചര്യയെ മുറുകെ പിടിച്ചാൽ, അതിനുവേണ്ടി നിലകൊണ്ടാൽ, അതിനുവേണ്ടി ശബ്ദമുയർത്തിയാൽ, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ, അങ്ങനെ വിളിക്കുന്നവൻ, അങ്ങനെ ചലിക്കുന്നവൻ, അങ്ങനെ ഹബീബിന്റെ തിരുചര്യയെ മുറുകെ പിടിക്കുന്നവൻ അവനാരാണ്? നിങ്ങൾ ഇന്ന് പുതിയ കാലത്ത് വാളെടുക്കണ്ട, നിങ്ങൾ തോക്കെടുക്കണ്ട, നിങ്ങൾ ബോംബുണ്ടാക്കണ്ട, വടിവടി അതേ കുറുവടി വേണ്ട, വടിവാള് വേണ്ട, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും ഇസ്ലാം എടുക്കാൻ നമ്മളോട് പറയുന്നുമില്ല. പിന്നെ നമ്മുടെ ആയുധം എന്താണ്? ആ ആയുധം നന്മയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. സ്വജീവിതം നന്മയിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ള കരുത്തു കാണിച്ചാൽ, വാൾത്തലപ്പ് കൊണ്ട് യുദ്ധമുഖത്ത് വെച്ച് രക്തസാക്ഷിയായി പോയ പൂർവഗാമികളുണ്ട്. അവര് ശ്രേഷ്ഠരാണ്, അവരുന്നതരാണ്. അങ്ങനെയുള്ളവരോടൊപ്പം ചേരാനുള്ള വഴി നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എന്റെ ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരുചര്യയെ ഒന്ന് മുറുകെ പിടിക്കാമോ? വലഹു അജ്റു മിഅത്തു ഷഹീദ്. 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. അപ്പോ നമ്മുടെ മനസ്സാന്തരങ്ങളിൽ ആ ഒരു ചിന്തയും ആ ഒരു വികാരവും ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ വളർന്നു വരുന്ന തലമുറ പ്രതീക്ഷയുള്ളവരായി മാറും. ആ പ്രതീക്ഷക്കനുസരിച്ച്, നമ്മുടെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് പുതിയ തലമുറയെ വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കാനാണ് സാഹിത്യോത്സവം നടത്തുന്നത്, ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഓ എന്റെ രക്ഷിതാക്കളെ, ഉമ്മമാരെ, മക്കളെ ഒന്ന് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിർത്താനാ ശ്രമിക്കേണ്ടത്. എന്നാൽ അവരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകും, നന്മയുണ്ടാകും. നമ്മുടെ മാറത്ത് ചവിട്ടുന്നവരാവില്ല, നമ്മളെ മുഖത്തു നോക്കി ചീത്ത പറയുന്നവരാകില്ല. മറിച്ചോ ഒന്ന് ചെറിയൊരു അതപെങ്കിലും കാണിച്ചു പ്രതികരിക്കുന്ന മനസ്സുണ്ടാകുമല്ലോ.
ആ മനസ്സാണ് ഉണ്ടാകേണ്ടത്. ആ മനസ്സുള്ള മക്കളായി മാറാൻ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ നിർത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ കാലത്ത് എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കൽബ് ഈ ഒരു ചിന്തയിലേക്ക് വരണമല്ലോ, ഈ ഒരു ആലോചനയിലേക്ക് വരണമല്ലോ. ഇത് സഫർ മാസത്തിന്റെ അവസാനത്തിലെത്തിയല്ലോ. പുണ്യപ്രവാചകരുടെ ശ്രേഷ്ഠമായ ജന്മത്തിന് സാക്ഷിയായ റബീഉൽ അവ്വലിലേക്ക് വരികയാണല്ലോ. ഈ സമയത്തെ മുൻനിർത്തി ഞാൻ പറയട്ടെ, മനസ്സു നന്നായി വലിയൊരു ലക്ഷ്യത്തിലേക്ക് ചേർന്നു നിൽക്കാൻ ഏറ്റവും വികാരമുണ്ടാകാനും ആ ചിന്ത മനസ്സിലേക്ക് വരാനുമുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗമാണ്, സ്നേഹമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞല്ലോ, വളർന്നു വരുന്ന നമ്മുടെ മക്കളില്ലേ, ആ മക്കള് നന്നായി വരാൻ, നല്ല ചിന്ത അവരുടെ മനസ്സിലുണ്ടാകാൻ, മതകീയ ചുറ്റുവട്ടത്തിലാകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നമ്മുടെ മക്കള് നമ്മളാകണമല്ലോ, നമ്മുടേതാകണമല്ലോ. ദുനിയാവിലും അങ്ങനെയാകണമല്ലോ, ആഖിറത്തിലും അങ്ങനെയാകണമല്ലോ. ഒരു പരിധി വരെയല്ലേ നമുക്ക് സ്വസ്ഥമായി സ്വന്തമായി കാര്യം ചെയ്യാൻ പറ്റൂ. ആ സമയത്ത് പിതാവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, മാതാവിന്റെ കൈയൊന്ന് പിടിക്കാൻ, മുതിർന്നവരെ ഒന്ന് അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരോട് സ്നേഹമൊന്ന് കാണിക്കാൻ ഈ മകനൊന്ന് പാകപ്പെടണ്ടേ, മകളൊന്ന് പാകപ്പെടണ്ടേ. അങ്ങനെ പാകപ്പെടുന്ന മനസ്സ് വേണോ വാപ്പാ ഉമ്മ? നമ്മുടെ മക്കൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ മക്കൾ നന്മയിലേക്ക് വരാൻ നമ്മളോട് പഠിപ്പിച്ച വഴി എന്താണ്? അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? നടീനടന്മാരോടുള്ള മഹബ്ബത്തല്ല, താരങ്ങളോടുള്ള മഹബ്ബത്തല്ല, സെലിബ്രിറ്റികളോടുള്ള മഹബ്ബത്തല്ല. സുബ്ഹാനല്ലാഹ്, നന്മയെ കുറിച്ച് പറയുന്നവരല്ല മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതേ ബ്ലോഗേഴ്സിനോട് അതേ ആരാധനയാണ്. തോന്നിവാസങ്ങൾ പറയുന്നവർ, ആ പറയുന്നവരാണ് ഇന്ന് മാതൃകയായി കാണുന്നത്. അവര് വരുന്നിടത്ത് ആളുകൾ ഒരുമിക്കുകയാണ്, പുതിയ തലമുറ ആവേശം കാണിക്കുകയാണ്. സഹോദരാ, എന്തുകൊണ്ടാണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടേണ്ടിടത്ത് അതാ മറ്റു പലരും പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് കാരണം. അതേ, അവര് ചെറിയ പ്രായത്തിൽ തന്നെ വളർന്നു വരുമ്പോ ഹബീബിനെ കുറിച്ച് പറയാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ എന്റെ രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ചെറിയ മക്കളില്ലേ, 3 വയസ്സു കഴിഞ്ഞ മക്കള്, LKG പ്രായത്തിലുള്ള മക്കള്, ആ മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടാകുമോ? ഉണ്ടാവോ? ചെറിയ 4 വയസ്സ് പ്രായത്തിലുള്ള മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടാവോ? ഇഷ്ടമുണ്ടാകും. ഈ ഇരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ 4 വയസ്സുള്ള മകന് മകൾക്ക് നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എവിടെ നേരം? കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എവിടെ നേരം? നമുക്ക് നേരില്ല, നമുക്ക് സമയമില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മൊബൈൽ കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ ഇഷ്ടമുള്ള കഥ കേൾക്കും, അതാണ് കാണുന്നത്. എന്നാൽ ആ മൊബൈലിലെങ്കിലും കൃത്യമായി
ചില ഭാഗങ്ങളെ നല്ല അവർ കേൾക്കേണ്ടതായ കഥകളെ കേൾപ്പിക്കാൻ പോലും നമുക്ക് ശ്രദ്ധയില്ല. ഞാനിത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 3 വയസ്സ് കഴിഞ്ഞ മകൻ മകൾ, 4 വയസ്സ് പ്രായമായ മകൻ മകൾ, 5 വയസ്സായവർ, 6 വയസ്സായവർ, ഈ പ്രായത്തിലൊക്കെയുള്ള മക്കള് കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇനി ഈ റബീഉൽ അവ്വൽ വരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഇനിയുള്ള ദിനരാത്രങ്ങളിലെങ്കിലും ആ പ്രിയപ്പെട്ട മകനോടൊപ്പം ചേർന്നു നമ്മൾ കിടക്കുമ്പോ ആ മകളൊരു കഥ പറഞ്ഞു തരണമെന്ന് പറയുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊരു കഥ പറഞ്ഞു കൊടുക്കാൻ വാപ്പാ നിങ്ങൾക്ക് കഴിയുമോ? ഉമ്മ നിങ്ങൾക്ക് കഴിയുമോ? എത്രയെത്ര കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കഥകൾ എത്രയുണ്ട്. 4 വയസ്സുള്ള കുട്ടിക്ക് ഇന്ന് പറഞ്ഞു കൊടുത്ത കഥ നാളെ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല. ആ കുട്ടിക്കൊരു കഥ കേൾക്കണമെന്നേ ഉള്ളൂ. ആവർത്തിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് കഥ പറഞ്ഞു കൊടുക്കുമോ? ഞാൻ എൻ്റെ 4 വയസ്സുള്ള മോളുണ്ട്. നേരത്തെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ ഒന്നായിട്ടാണ് കിടക്കുക. അപ്പൊ ചോദിക്കും അങ്ങോട്ട്, എന്താ വേണ്ടത്? അപ്പൊ കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള കഥ 1-2 എണ്ണം പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം ഏത് കഥയാ വേണ്ടേ? സിംഹത്തിന്റെ കഥയാ വേണ്ടേ? ഏതാ ഈ സിംഹത്തിന്റെ കഥ? അത് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു നിർദ്ദേശം വാങ്ങി പോകുന്ന വഴിയിൽ സിംഹം തടസ്സപ്പെട്ടപ്പോ അന റസൂലില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട കഥയുണ്ട്. ആ കഥ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അതാണ് സിംഹത്തിന്റെ കഥ. എപ്പോഴും ചോദിച്ചാൽ ഏത് കഥയാ ഉണ്ടെന്ന് വെച്ചാൽ ആ കഥ പറയണം. അതെന്തുകൊണ്ടാ പറയാൻ പറ്റുന്നത്? മനസ്സിൽ ആ സിംഹവും കഥയും എല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൽബിൽ കയറിയത് കൊണ്ടാണ്, കയറ്റാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കഥ പറഞ്ഞാൽ ആ കഥ തന്നെ ആവർത്തിച്ച് കേൾക്കാൻ ആ മക്കള് സന്നദ്ധമാകും. നിങ്ങൾക്ക് ബേജാറുണ്ട്, നമുക്കാകെ 4-5 കഥയല്ലേ അറിയൂ, അല്ലെങ്കിൽ 5-6 കഥയല്ലേ അറിയൂ. കുറച്ച് വലുതാവുമ്പോ ഒരു 5 വയസ്സിന് മേലോട്ട് പോകുമ്പോ ഇന്നലെ പറഞ്ഞ കഥയല്ലേ, അല്ലെങ്കിൽ 6 വയസ്സാകുമ്പോ അത് ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞ കഥയല്ലേ എന്ന് ചിലപ്പോ ചോദിക്കുമ്പോ അപ്പോഴേക്ക് നിങ്ങൾ കുറച്ചുകൂടെ കഥ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ. അതൊരു ഉപകാരമാണല്ലോ. അതേസമയം ഈ 3, 4, 5 വയസ്സ് വരെയുള്ള മക്കൾ ആവർത്തിച്ച് നിങ്ങളൊരു കഥ പറഞ്ഞു കൊടുത്താലും അവർ ശ്രദ്ധയോടെ കേൾക്കും. ആ കഥ കേട്ടവരുറങ്ങും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചോ മഹാന്മാരെ കുറിച്ചോ അമ്പിയാക്കളുടെ കഥകൾ എത്ര ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിൽ പറഞ്ഞ അമ്പിയാക്കളുടെ കഥയെ കുറിച്ചോ നമ്മൾ ആ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് കേട്ടെന്നുറങ്ങിയാൽ ആ ഉറക്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ആ മക്കളിലേക്ക് വരൂലേ, അവരെ പൊതിയൂലേ. ആ മഹാന്മാരുടെ ഒരു കാവല് ആ മക്കൾക്ക് ലഭിക്കൂലേ. ഞാൻ ഇതെന്തിനാ സൂചിപ്പിച്ചത്? അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച കഥകൾ എത്രയുണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ. ആ കഥകൾ നമ്മളെങ്ങൊന്നും യൂട്യൂബിലൊന്ന് കേട്ടിട്ട് വെറുതെ എന്തോ കുറെ എന്താണ് അടുക്കളയിലെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ കേൾക്കും. അതിങ്ങനെ കേട്ടുപോന്നല്ലാതെ എത്ര ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അതാണ് ഇപ്പോഴത്തെ ഒരുപാട് ബ്ലോഗേഴ്സ് ആണ് അങ്ങനെയുള്ളത്. ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ സംഗതികള് എപ്പോഴെങ്കിലും ഒരു വിഭവം ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരും. ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള്, ഇങ്ങനെ ദുനിയാവിന്റെ കുറെ സംഗതികളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുപോകുന്നത്. അതിന് പകരം നിങ്ങളെ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ഒരു കഥ കേൾക്കൂ. അതേ, അങ്ങനെ പല കഥകൾ കേൾക്കൂ. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ മകനും മകൾക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആ മകന്റെ കൽബില് ഹബീബിനെ കുറിച്ച് മഹബ്ബത്ത് ഉണ്ടാവില്ലേ? മകളെ കൽബില് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് വർദ്ധിക്കൂലേ?
മഹബ്ബത്ത് വർദ്ധിപ്പിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണ്. നമുക്ക് നമ്മുടെ മക്കളെ പിടിച്ചാൽ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ കിട്ടാത്തത്? മക്കളെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പമില്ല. നമ്മൾ എപ്പോഴാ പിടിക്കാൻ തീരുമാനിച്ചത്? 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാ, അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലെത്തിയപ്പോഴാ. അതുവരെ കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പലതും ഇങ്ങനെ വിട്ടതാ, പല സ്വാതന്ത്ര്യം കൊടുത്തതാണ്. പക്ഷേ പിടിക്കേണ്ട സമയത്ത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കിട്ടൂല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിയന്ത്രിക്കാൻ നോക്കിയാൽ നിയന്ത്രിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കണ്ട. ഒരു രക്ഷിതാവും പുതിയ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലെത്തുമ്പോ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. പോകട്ടെ, 8ാം ക്ലാസ്സിൽ എത്തുന്ന മകനെയും മകളെയും പുതിയ കാലത്ത് നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ വളക്കാൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് വിചാരിക്കണ്ട. കുട്ടികൾ അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. കുറച്ചുകൂടെ പക്വമതികളാണ്. വീട്ടിലിരിക്കുമ്പോ ചെറിയ മക്കളുടെ ഡയലോഗുകൾ ശ്രദ്ധിച്ചാൽ മതി. എത്രമാത്രം നമ്മളൊക്കെ കുറച്ച് മുതിർന്ന സമയത്ത് പറയുന്ന വാചകങ്ങൾ ചെറിയ 6ഉം 5ഉം വയസ്സുള്ള മക്കൾ ഇങ്ങനെ നമ്മളോട് ഡയലോഗ് അടിക്കുകയാണ് എന്നതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ആലോചനകൾ അതിനനുസരിച്ച് വികസിക്കുന്നുണ്ട് എന്നാണ്. അവരുടെ ചിന്തകൾ അതിനനുസരിച്ച് വികസിക്കുന്നു എന്നതാണ്. ആ അർത്ഥത്തിൽ അവര് പക്വമതികളായി നേരത്തെ തന്നെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നിടത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത്. അപ്പൊ വളരെ ചെറിയ തലത്തിൽ നിന്ന് തന്നെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യണം, അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളൊരു 13 വയസ്സെത്തിയാൽ നടക്കൂല. 15 വയസ്സല്ലേ ബുലൂഗാകാനുള്ള സമയം, അതിനുശേഷം നോക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല. അപ്പൊ നമ്മളിൽ നിന്ന് അവര് വിട്ടുപോയിട്ടുണ്ടാകും. നമ്മളൊക്കെ വിട്ടിട്ട് അവർ വേറെ സ്ഥലത്തെത്തിയിട്ടുണ്ടാകും. അവർക്ക് വേറെ ആളുകൾ, വേറെ ഫ്രണ്ട്സ്, ഗ്യാങ്ങുകൾ, വ്യത്യസ്തങ്ങളാകുന്ന ടീമുകൾ, അവരിഷ്ടപ്പെടുന്ന ചില സെലിബ്രിറ്റികൾ, ഇതൊക്കെ ആയി മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ അവിടെ നടത്തം അതിനനുസരിച്ചാണ്, വാക്കുകൾ അതിനനുസരിച്ചാണ്, ജീവിതം അതിനനുസരിച്ചാണ്. ആ നിലക്ക് മാറ്റം ചെയ്തു പോയ മനസ്സിലേക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയെ കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ എങ്ങനെയാണ് അവരിൽ നല്ല ശീലമുണ്ടാക്കേണ്ടത്? 7 വയസ്സ് മുതലെങ്കിലും അത് ആരംഭിക്കേണ്ടതാണ്. 10 വയസ്സായാൽ അതൊന്ന് ജാഗ്രതത്താകേണ്ടതാണ്. അതുകൊണ്ടാണ് 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ് പഠിക്കുന്ന സമയം. ഓൻ ഫാത്തിഹ തന്നെ പഠിച്ചെങ്കിൽ പൂർത്തിയായിട്ടില്ല അല്ലെ? 2ാം ക്ലാസ്സിലാണ് ഖുർആൻ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ 7 വയസ്സാകും. ഒരു 5 വയസ്സിൽ മദ്രസയിൽ ചേർത്തൊരു കുട്ടിയാണെങ്കിൽ 7ാമത്തെ വയസ്സായിരിക്കും, അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ആ സമയത്ത് ഖുർആൻ ഓതി പഠിക്കുന്നേ ഉള്ളൂ. ഖുർആൻ ഓതി ഫാത്തിഹ ഓതി പഠിക്കുന്ന സമയം മുതൽ തന്നെ ആ കുട്ടിയെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടതുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കേവലം നിസ്കാരത്തിന്റെ കാര്യം മാത്രം ശരിയാകാനല്ല. എന്തിനാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിൽ ഈ കുട്ടി വരണോ? നമ്മളെ മകൻ നമ്മുടേതായിട്ട് തന്നെ ബാക്കിയാകണോ? അങ്ങനെ ആകണമെങ്കിൽ ആ പ്രായം മുതൽ ശിക്ഷണം തുടങ്ങണം എന്നാണ്. അതിന് മുമ്പ് തന്നെ തുടങ്ങണം. ഈ സമയം മുതൽ എന്തായാലും തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോഴാണ് നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ഈ 7 വയസ്സ് പൂർത്തിയായ മകനെയും കൂട്ടിയിട്ട് നിസ്കരിക്കാൻ പോകാൻ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്തയുണ്ടാകേണ്ടത് 7 വയസ്സിലുള്ളൂ, സാധു കടന്നുറങ്ങിക്കോട്ടെ, അങ്ങനെ വിചാരിക്കുക. അതേസമയം ചില നല്ല ദീനിയായ ചുറ്റുവട്ടത്തിലുള്ള രക്ഷിതാക്കളോ അവർ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മിക്കും. എന്തിനാണെന്നറിയോ? ചില ഉമ്മ, എനിക്ക് തന്നെ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മ ഏതു മക്കൾ ജനിച്ച ദിവസവും കൃത്യമായിട്ട് ഓർമ്മിക്കും. അത് ബർത്ത്ഡേ ആഘോഷിക്കാനല്ല, നമ്മളിപ്പോ ഓർമ്മിക്കുന്ന അതിനു വേണ്ടിയാണ്. ആ ഉമ്മ ആ ഡേറ്റ് ഓർമ്മിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ജനിച്ച മകന് അല്ലെങ്കിൽ മകളാണെങ്കിൽ ആ മകൾക്ക് എപ്പോഴാണ് 7 വയസ്സ് പൂർത്തിയാകുന്നത് എന്ന് ഓർമ്മിക്കാനാണ്, അത് മനസ്സിലാകാനാണ്. അപ്പൊ ആ ഉമ്മ എന്ത് ചെയ്യുന്നാൽ 7 വയസ്സ് പൂർത്തിയാകുന്ന അന്ന് സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ആ മകനെ അല്ലെങ്കിൽ മകളെ വിളിക്കും. അത് അവരുടെ ശീലാണ്.
അങ്ങനെ വിളിച്ചിട്ട് ആൺകുട്ടിയാണെങ്കിൽ ആ 7 വയസ്സ് പൂർത്തിയായ ആദ്യത്തെ ദിവസം തന്നെ വാപ്പാനോട് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ആലോചിച്ച് ഡേറ്റ് ഓർമ്മിച്ച് 7 വയസ്സ് പൂർത്തിയാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ശിക്ഷണം തുടങ്ങുന്ന രക്ഷിതാക്കളുണ്ട്. ഇന്നും ആ ഉമ്മ ഹയാത്തിലുണ്ട്, എനിക്ക് അറിയുന്ന ഉമ്മ. അതാണ് ശിക്ഷണം എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ, ഉറങ്ങിക്കോട്ടെ, നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമ്മൾ ആ വയസ്സ് മുതൽ തുടങ്ങിയാൽ പിന്നെ 13 വയസ്സായാലും 15 വയസ്സായാലും നിങ്ങൾക്കൊരു പണിയുണ്ടാകൂല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതിനു മുമ്പ് കുട്ടി പാകപ്പെട്ട് കഴിയും, ഷേപ്പ് ചെയ്യപ്പെടും. സംശയം വേണ്ട, നിങ്ങൾ പരിശോധിച്ചു നോളൂ. കൃത്യമായി ഇസ്ലാമികമായ ചില ശീലങ്ങളെ, ആരാധനാ കർമ്മങ്ങളെ, ചില മനോഗതികളെ 7 വയസ്സ് മുതൽ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ, ഒരു ഉമ്മ ശ്രമിച്ചാൽ, ഒരു വാപ്പ ശ്രമിച്ചാൽ 10 വയസ്സ് കഴിയുമ്പോഴേക്ക് ആ കുട്ടി പാകപ്പെടും, രൂപപ്പെടും. അതിൽ സംശയമില്ല. അങ്ങനെ രൂപപ്പെടാൻ പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ ഗൃഹത്തെ, നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മളെ മക്കളുമായി ഇടപഴകുമ്പോഴും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലേക്ക് വരികയാണ്. അതെ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഒരു 4-ാം വയസ്സ് മുതൽ മുത്തുനബിയെ കുറിച്ച് കഥ പറഞ്ഞു കൊടുക്കുക, ആ കഥ പറച്ചിൽ തുടരുക. അങ്ങനെ തുടർന്നാൽ ഹബീബിനോട് മഹബത്തുണ്ടാകും. ഹബീബിനോടുള്ള മഹബത്ത് കൽബിലുണ്ടായാലോ ആ മക്കളെ കൽബ് ബടക്കാകൂല, മലിനമാകൂല. നിഷ്കളങ്കമായ കൽബിൽ ഫീഡ് ചെയ്യപ്പെടുന്നതാരാണ്? അതേതോ മനുഷ്യരല്ല, പിന്നെയോ ലോകത്തിന്റെ നേതാവാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടന്നിരിക്കാൻ പറ്റിയ മനസ്സാണ്. ചെറിയ പ്രായത്തിലുള്ള ഒരു തെറ്റിന്റെയും ലാഞ്ചനയില്ലാത്ത, ഒരു കറുത്ത പാടുകൾ പോലും വീഴാത്ത കൽബിന്റെ ഉടമകാണല്ലോ നമ്മുടെ ഈ മക്കളെന്ന് പറയുന്നത്. ആ മക്കളുടെ കൽബിലേക്ക് ഹബീബിന് വരാൻ പറ്റിയ കൽബാണത്. ആ ഹബീബിനെ പ്രതിഷ്ഠിക്കാനുള്ള വഴിയാണ് അവിടുത്തെ കുറിച്ച് കഥ പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ മഹത്വം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആവർത്തിച്ച് നമ്മൾ അവരെ ഹൃദ്യമായി സ്നേഹപൂർവം അവരെ മനസ്സിലേക്ക് ഹബീബിനെ ഒന്ന് അടയാളപ്പെടുത്താൻ പറ്റിയാൽ, മുത്തുനബി അടയാളപ്പെട്ട മനസ്സിന് പിശാചു കയറാൻ കുറച്ചു പണിയാൻ. അപ്പോൾ മുതിർന്നു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ആ മകന് പള്ളിയോട് കണക്ഷൻ ഉണ്ടാകും, ആ മകന് ദീനിയായ പ്രസ്ഥാനത്തോട് കണക്ഷൻ ഉണ്ടാകും, ആ മകന് ഉസ്താദുമാരോട് ആദരവുണ്ടാകും, ആ മകന് അതേ പണ്ഡിതന്മാരോട് താല്പര്യമുണ്ടാകും, ആ മകന് മതപരമായ കാര്യങ്ങളോട് താല്പര്യം ജനിക്കും. അങ്ങനെ ജനിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ സൗഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് പാകപ്പെടുത്താനുള്ള ശ്രദ്ധ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഹബീബിനെ തന്നെയല്ലയോ? അതുകൊണ്ടല്ലേ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹബീബിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, എല്ലാത്തിനും അപ്പുറത്തുണ്ടാകേണ്ടത് ആരാണ്? ഓ എന്റെ ചെറുപ്പക്കാരാ, പെങ്ങളെ, ദുനിയാവിന്റെ ചിന്തകൾക്കപ്പുറത്ത്, ഇവിടെയുള്ള ആസ്വാദനങ്ങൾക്കപ്പുറത്ത്, ഇവിടെയുള്ള പലരോടുമുള്ള സ്നേഹത്തിന്റെ മനോതലങ്ങൾക്കപ്പുറത്ത് ഹബീബിനോടുള്ള ആഭിമുഖ്യവും അവിടുത്തോടുള്ള അനുരാഗവും കൽബിലൊന്ന് കയറി കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതിനാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ.
അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹു ഖുർആനിൽ പറയാണ്, ഓ നബിയെ തങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? നിങ്ങളെ മാതാപിതാക്കള്, നിങ്ങളെ മക്കള്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സർവ കാര്യങ്ങളെയും സർവ വ്യക്തികളെയും എണ്ണി എണ്ണി പറയുകയാണ്. വാപ്പയോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമല്ലോ, ഉമ്മയോട് ഇഷ്ടമുണ്ടാകുമല്ലോ, മക്കളോട് ഇഷ്ടമുണ്ടാകുമല്ലോ, സഹോദരങ്ങളോട് ഇഷ്ടമുണ്ടാകുമല്ലോ. അതെ, നമ്മുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് ഇഷ്ടമുണ്ടാകുമല്ലോ, അടുത്ത കുടുംബങ്ങളോട് ഇഷ്ടമുണ്ടാകുമല്ലോ. വൈയക്തികമായ ബന്ധം സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഈ പറയപ്പെട്ടവരല്ല. അങ്ങനെയുള്ള സർവരുടെയും അതേ ഓരോ വിഭാഗത്തിന്റെയും പേരെടുത്തു പറഞ്ഞു. ഇനിയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളുണ്ട്, അതൊന്നും എന്താണ്? നമ്മുടെ സമ്പാദ്യമാണ്. അതേ, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ധനമാണ്. അതിനോട് നമുക്ക് മാനസികമായ ആഭിമുഖ്യമുണ്ടാകും. നമ്മൾ നിർമ്മിച്ചെടുത്ത ബിസിനസ് സാമ്രാജ്യങ്ങളില്ലേ, സംവിധാനങ്ങളില്ലേ, അതിനോടും നമുക്ക് സ്നേഹമുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച വീടിനോടും നമുക്ക് മാനസികമായ ആഭിമുഖ്യമുണ്ടാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്താൻ സാധ്യതയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ മാനസികമായി പരിഗണന കൊടുക്കുന്ന വസ്തുക്കൾ അവന്റെ ധനമാണ്, അവന്റെ ജീവിതോപാധിയായിട്ടുള്ള കാര്യങ്ങളാണ്, അവന് കയറി കിടക്കാനുള്ള വീട്. ഇതിനെയെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളോട് പറയാൻ വേണ്ടി അറിയിക്കുകയാണ്. എന്താണ്? ഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അതേ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി മാറുന്നതെങ്കിൽ, അതേ നിങ്ങൾക്ക് പരിഗണനയുള്ളതായി നിങ്ങളെ പണവും ബിസിനസ്സും വീടും കാറും സംവിധാനങ്ങളുമാണെങ്കിൽ, നിങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, അതേ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത്തരം കാര്യങ്ങളാണെങ്കിൽ, ആ കാര്യങ്ങളോട് ഇഷ്ടപ്പെടുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവര് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ് അവർ പ്രതീക്ഷിക്കേണ്ടത്. അവർ കാത്തു നിൽക്കേണ്ടത് വ്യത്യസ്തങ്ങളായ ശിക്ഷകളും പരീക്ഷണങ്ങൾക്കും വിധേയപ്പെടാൻ ഈ ഒരവസ്ഥ കാരണമാകുമെന്നാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അവർ പ്രതീക്ഷിക്കണം എന്തിനെ? ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. എന്താണ് അതിന്റെ വിവക്ഷ? അതേ ബിഅംരിഹി എന്നതുകൊണ്ട് ബിഉഖൂബത്തി ആജിലിൻ, അതേ പെട്ടെന്ന് വരുന്ന ശിക്ഷയാണ്, പരീക്ഷണങ്ങളാണ്. ഔ ആജിലിൻ, അല്ലെങ്കിൽ അതേ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുന്നതായിരിക്കാം. ഏത് നിലക്കായിരിക്കാം ആ കാര്യം വരുന്നത് വരെ എന്ന് പറഞ്ഞല്ലോ. ആ കാര്യം അതേ റബ്ബിൽ നിന്നുള്ള ശിക്ഷയാണ്. ആ ശിക്ഷ വരുന്നതിനെ അവർ പ്രതീക്ഷിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഹബീബാണ് മനസ്സിലുണ്ടാകേണ്ടത്, മുത്തുനബിയോടാണ് സ്നേഹമുണ്ടാകേണ്ടത്, അവിടത്തോടാണ് ആഭിമുഖ്യമുണ്ടാകേണ്ടത്. അതില്ലാതെ പോയാൽ വലിയ പരീക്ഷണങ്ങളാണ് ഉണ്ടാവുക. നിരന്തരം പരീക്ഷണങ്ങൾ വരും,
വരുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നു, വ്യത്യസ്തങ്ങളാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. പൊതുവായി എല്ലാവരും അറിയുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, വൈയക്തികമായി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ആരും ടെൻഷൻ ഫ്രീയിലല്ല, എല്ലാവരും അസ്വസ്ഥതയിലാണ്. അങ്ങനെ പോകുന്ന മനുഷ്യർ എന്തുകൊണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ പരിഹാരമായി നമ്മൾ കാര്യങ്ങളെ കണ്ടെത്തുമ്പോൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. എന്റെ ദുനിയവിയായ കാര്യങ്ങൾക്കപ്പുറത്ത് എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി കൊഴങ്ങങ്ങള് എന്നാ നിർത്താം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏറ്റവും പരിഗണിക്കപ്പെടുന്ന നിലക്കാകുക, അതാണ് നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള രക്ഷയ്ക്കുള്ള വഴി. അല്ലാഹു പറയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളായ ആളുകൾ അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അതേ കൽബ് കറ പിടിച്ച് കിടക്കുന്ന ആളുകൾ, തെറ്റിനോട് തന്നെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ കൽബിലേക്ക് മുത്തുനബി കയറൂല, ഹബീബിനിടം ലഭിക്കൂല. ഹബീബിനിടം ലഭിക്കാത്ത ആളുകൾ രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാരാ, പെങ്ങളെ, പുതിയ കാലത്തെ സെലിബ്രേറ്റുകളെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോ പുതിയ കാലത്തിന്റെ ചില വ്യക്തികളോട് ആഭിമുഖ്യം കാണിച്ച് അവർക്കനുസരിച്ച് നിങ്ങളെ വേഷഭൂഷാദികളും ജീവിതത്തിന്റെ സ്റ്റൈലുകളും മാറ്റിവെക്കുമ്പോ ആലോചിക്കണേ, നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച്, മുസീബത്തുകളെ കുറിച്ച്, അതേ റബ്ബിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചും ഒന്ന് ചിന്തിക്കണേ. ആ ചിന്ത കൽബിൽ വന്നാൽ അറിയാതെ നമ്മുടെ കൽബെടുത്തു പോകും. ആരോടാണ് അടുക്കുക? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമല്ലയോ? ആ അടുപ്പം ലഭിക്കാൻ എന്താ വേണ്ടത്? ഒന്ന് മുത്തുനബിയെ കുറിച്ച് അറിയലാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കള് സാഹിത്യോത്സവിന്റെ വേദിയിൽ വരുന്നു, അവര് പാട്ട് പാടുന്നുണ്ട്. അശ്ലീല ഗാനങ്ങളല്ല, പുതിയ കാലത്ത് വാദ്യോപകരണങ്ങൾ വെച്ചിട്ട് അതേ ആർമാദിക്കാനും ആഘോഷിക്കാനും വേണ്ടി സദസ്സുകളെ സംഘടിപ്പിക്കുന്ന കാലമാണിത്. കോളേജ് യൂണിയൻ അതേ ഇനാഗുറേഷൻ പോലും ഒരു മൂല്യവത്തായ ആശയങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം, അതിന് പറ്റുന്ന വ്യക്തികളെ കൊണ്ടുവരുന്നതിന് പകരം സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് ആകെ കൂടെ ഒച്ചപ്പാടും ബഹളവുമായി വാദ്യോപകരണങ്ങളുടെ അല്ലെങ്കിൽ അതേ പുതിയ മ്യൂസിക്കുകളുടെ പശ്ചാത്തലം ഉണ്ടാക്കിയിട്ട് ആടിച്ചാടി ശരീരമാസകലം ഉറഞ്ഞു തുള്ളുന്ന വിധത്തില് ആർമാദിക്കുന്ന പുതിയ കാലത്തിന്റെ കാഴ്ചകള് നമ്മൾ കാണാറില്ലയോ? നമ്മൾ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കാറില്ലയോ? എന്നാൽ അത്തരം ഒരു കാലഘട്ടത്തില് അങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളില്ല, അത്തരം ചിന്തകളില്ല, അങ്ങനെ ആർമാദിക്കലില്ല, അത്തരം ഒരു ആലോചനയുമില്ല. പിന്നെയോ ഹൃദയാന്തരങ്ങൾ ചേർത്തു വെക്കുകയാണ്. നാളെയും മറ്റന്നാളും എറണാകുളം ജില്ലയുടെ സാഹിത്യോത്സവം നടക്കുമ്പോ എന്റെ രക്ഷിതാക്കളെ, നിങ്ങൾ ഇവിടെ വരൂ, നിങ്ങളൊന്ന് കണ്ടു നിൽക്കൂ. അവിടെ മുത്തുനബിയെ കുറിച്ച് കേൾക്കുമ്പോ, മദീനയെ കുറിച്ച് പാടുമ്പോ, ഹബീബിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോ സദസ്സാഗൂതം കേൾക്കുകയാണ്. കരഘോഷങ്ങളില്ല, ശരീരത്തെ ഇളക്കലില്ല, മനസ്സാവരികളിൽ ചേർത്തു വെക്കുകയാണ്. കൽബതിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ്. ആരുടെ കൽബാ? രക്ഷിതാക്കളെ, 7ാം ക്ലാസ് പഠിക്കുന്ന മോന്റെ കൽബാണ്, 8ാം ക്ലാസ് പഠിക്കുന്ന മോന്റെ കൽബാണ്, 10ാം ക്ലാസ് പഠിക്കുന്നവനാണ്, ഡിഗ്രിക്ക് പഠിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള മക്കള് ഈ സദസ്സിലിരുന്നിട്ട് അങ്ങ് ആത്മാവിനെ മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിലേക്ക് ചേർത്തു വെച്ചിട്ട് മദീന, പുണ്യ മദീന,
മുത്തുനബിയുടെ മദീന അതിങ്ങനെ കേൾക്കുമ്പോ അറിയാതെ താളം പിടിക്കുകയാണ്. മനസ്സുകൊണ്ടാ താളം പിടിക്കുന്നത്, അതിലേക്കങ്ങ് ലയിക്കുകയാണ്. അതങ്ങ് അവസാനിക്കുമ്പോ അതേ ഹൃദയത്തോട് ചേർത്തു വെക്കപ്പെട്ട വരികളാകുമ്പോ അത് കേട്ടുകടയുമ്പോ ഒന്നായി വരുന്നത് ആഭാസത്തിന്റെ ശബ്ദമല്ല, അല്ലാഹു അക്ബർ എന്ന ശബ്ദമാണ്. ഇതെന്തൊരു കാഴ്ചയാണ്, ഇതെന്തൊരു സന്തോഷമാണ്. ഓ രക്ഷിതാക്കളെ, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്നു മുതലുള്ള അതേ 2 ദിവസങ്ങളുണ്ടല്ലോ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ പന്തല് കെട്ടാൻ പൈസ കൊടുത്തവരില്ലയോ? നാളെയും മറ്റന്നാളും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരില്ലയോ? സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരില്ലയോ? എത്രയോ ദിവസങ്ങൾ ഓടി നടന്നവരില്ലയോ? അതിൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളുണ്ടല്ലോ, സുന്നി യുവജന സംഘത്തിന്റെ യുവാക്കളുണ്ടല്ലോ, അതേ വളർന്നു വരുന്ന തലമുറയിലെ വിദ്യാർത്ഥികളുമുണ്ടല്ലോ. ഇങ്ങനെയെല്ലാം അധ്വാനിച്ച് നമ്മൾ ഇതുണ്ടാക്കുമ്പോ ഇത് കേവലം ഒരു ആസ്വദിച്ച് തീരുന്നതാണെന്ന് വിചാരിക്കരുത്. ഇത് കേവലം ഒരു മത്സരമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെയോ അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് വേണ്ടാത്ത പാട്ടുകള്, ശബ്ദകോലാഹലങ്ങള് മുഖരിതമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് ജീവിക്കുന്ന മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗമുള്ള മനസ്സോട് അവിടുത്തെ കുറിച്ച് കേൾക്കാനുള്ള അവസരങ്ങളാണ് കഴിഞ്ഞിട്ടില്ല. ആത്മീയതയുടെ വഴികളിലേക്ക് പോയ കാലങ്ങളിൽ ഈ ഉമ്മത്തിനെ കൈപിടിച്ചു നടത്തിയവരുണ്ടല്ലോ, അത് മഹാന്മാരായ സൂഫിയാക്കളാണല്ലോ, സച്ചരിതരായ ജീവിച്ച അതേ വ്യക്തികളാണല്ലോ. അത്തരം മഹാന്മാരുടെ ജീവിതത്തിന്റെ ഏടുകള് ഇവിടെ മനോഹരമായി അയവിറക്കപ്പെടുകയല്ലയോ? ഒരു കാലത്ത് പഴഞ്ചനാണെന്ന് പറഞ്ഞു ഖുറാഫാത്തിന്റെ പട്ടികയിൽ പെടുത്തിയും ഈ ഉമ്മത്തിന്റെ മനസ്സിൽ നിന്നും വീടകങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എടുത്തു വലിച്ചെറിയണമെന്ന് വിചാരിച്ചിട്ട് സർവകുതന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് എല്ലാവിധ ദുർവ്യാഖ്യാനങ്ങളും നടത്തിയിട്ട് അഹ്ലുസുന്നയുടെ ആദർശത്തിന്റെ വിരുദ്ധ ചേരിയുള്ളവർ മാലയെയും മൗലീദിനെയും ഒക്കെ പടിക്ക് പുറത്തു നിർത്താൻ ശ്രമിച്ചപ്പോൾ, വലിച്ചെറിയണമെന്ന് പറഞ്ഞപ്പോൾ, അതേ അത് നമുക്ക് ആപത്താണെന്ന് പറഞ്ഞപ്പോ, അതേ നാട്ടിൽ നിന്ന് അത് നീങ്ങുമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് അവരിങ്ങനെ കവലകൾ തോറും സംസാരിച്ചപ്പോ, അതേ ആ സംസാരങ്ങള് പുല്ലുവില കൽപ്പിക്കാതെ ഗ്രാമങ്ങളിൽ അതേ വീടകങ്ങൾ അതെല്ലാം മാലയുടെ വരികൾ കേൾക്കുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് വന്നല്ലോ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ വെള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിടുന്നേ. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആത്മീയതയുടെ അനന്തവിഹായസിലേക്ക് ജീവിതത്തിന്റെ സർവാധി സമയത്തെയും ചെലവഴിച്ചുകൊണ്ട് സൃഷ്ടാവിലേക്ക് കൽബ് ലയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ച ആ മഹാവനിതയെ പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥി സഹോദരങ്ങളുടെ അധരങ്ങളിലൂടെ കേൾക്കുകയാണ്. എത്ര മനോഹരമാണ് വരികള്, എത്ര ശുഭകരമാണ് കാഴ്ചകള്. ഈ കാഴ്ചകൾ എങ്ങനെയാ ഉണ്ടായത്, ഇതെങ്ങനെയാ അനുഭവിച്ചത്? ഇതിനെയെല്ലാം പുറത്തു നിർത്താൻ വിചാരിച്ചവർ അടങ്ങിയിരുന്നു പോയതെങ്ങനെയാണ്? അവർ മൗനികളായി പോയതെങ്ങനെയാണ്? ഇതിൽ വീർപ്പുമുട്ടി അതിനെ മറികടക്കാൻ കഴിയാതെ പത്തി മടക്കി പോയതെങ്ങനെയാണ്? വളർന്നു വരുന്ന പുതിയ തലമുറ വളരെ മനോഹരമായി അവരങ്ങ് പാടുമ്പോൾ, ചേർന്നു നിന്ന് പാടുമ്പോൾ ആളുകൾ അതിനോട് ചേർന്ന് നിന്ന് പാടാൻ തുടങ്ങി.
മാലയുടെ വരികള്, മൗലീദിന്റെ വരികള്, ബുറുദയുടെ വരികള്, അങ്ങനെ പാടി പാടി വേദികളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, വീടകങ്ങളിലേക്ക് ഇപ്പോൾ നിത്യമായി പല വീടുകളിലും ഖസീദത്തുൽ ബുറുദ പാരായണം ചെയ്യുന്ന പതിവ്. റബീഉൽ അവ്വൽ 1 നിലാവ് വെളിച്ചം വന്നത് മുതൽ അതേ റബീഉൽ അവ്വലിന്റെ 30 നാളുകളിലും രാത്രികളില് SSFന്റെ പ്രിയപ്പെട്ട മക്കള് പല ഗ്രാമങ്ങളിലും മൊബൈൽ മൗലീദ് നടത്തുകയാണ്. മുതഅല്ലിമീങ്ങളല്ല, മുതഅല്ലിമീങ്ങൾ കൂടെയുണ്ട്, ശരിയാണ്. പക്ഷേ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരായ മക്കളില്ലേ, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം പണ്ടുകാലം മുതലേ അതേ ശീലിപ്പിച്ച ശീലമാണ്. കഴിഞ്ഞ വർഷവും ഞാൻ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് റബീഉൽ ആഖിർ മാസത്തില് 40 ദിവസം മൗലീദ് തുടർച്ചയായി ആ ഗ്രാമത്തിലെ ആവുന്ന അത്ര വീടുകളിൽ SSFകാര് ചെല്ലിയിട്ട് അതിന്റെ സമാപന വേദിയിൽ പ്രഭാഷണം നടത്താൻ ഒരുപാടിടങ്ങളിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. അതെത്ര സന്തോഷമാണ്, ഭാഗ്യമാണ്. അതെ, ഞങ്ങളങ്ങ് വന്നോളാം. ഭക്ഷണമില്ലെങ്കിലും ശരി, ഒരു വെള്ളം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായയും കടിയും മതി. ഈ മക്കള് വന്നിട്ട് വളരെ മനോഹരമായി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ പ്രിയപ്പെട്ട നേതാവിലേക്ക് അനുരാഗത്തിന്റെ മനസ്സ് വെച്ച് അതരങ്ങളെ ചലിപ്പിച്ച് സ്വരമാധുരിയോട് മൗലായയുടെ വചനങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോ ആ മക്കൾ ആരാ? ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളാണ്. നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാം തകർന്നുപോയി എന്ന് പറയപ്പെടുന്ന പശ്ചാത്തലത്തില് നന്മയുടെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന ഒരു പറ്റം മക്കളുണ്ട് ഇവിടെ. അവര് പ്രശോഭിതമായി ജീവിക്കുന്നുണ്ട്. ആ പ്രശോഭിതമായ ജീവിതത്തിന്റെ അനുരണങ്ങളാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഗ്രാമത്തിൽ മുഴുവനും, കഴിയുന്ന വീടുകളിൽ മുഴുവനും മൗലീദ് ആലാപനം. വീടിനകത്തു നിന്ന് പുറത്താക്കാൻ വിചാരിച്ചത് എല്ലാ വീടുകളിലേക്കും ആരാ പുനഃപ്രവേദേ നിലനിർത്തിയത്? അത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തനത്തിന്റെ പരിണിതിയാണ്. സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠർ ആധികാരികമായ രേഖകൾ വെച്ച് തെളിവുകൾ ഉദ്ധരിച്ചൊരു ഭാഗത്ത് സംസാരിച്ചപ്പോ ദലായിലുകൾ വെച്ച് കൃത്യമായി ബിദ്അത്തിന്റെ വാദങ്ങളുടെ മുനയൊടിച്ചപ്പോ വൈജ്ഞാനികമായ പ്രതിരോധം അങ്ങനെ നടന്നപ്പോ പ്രവർത്തന വഴിയിൽ ഗ്രൗണ്ട് ലെവലിൽ അതേ ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവരുടെ മുഖത്തടിക്കും വിധത്തില് കൃത്യമായി ഇതിനെ പ്രയോഗിച്ചതാരാണ്? SSFന്റെ പ്രിയപ്പെട്ട മക്കളാണ്. അവര് സാഹിത്യോത്സവയിലൂടെ പാടി ശീലിച്ച ബുറുദയും പാടി ശീലിച്ച മൗലീദും പാടി ശീലിച്ച മാലയും അവരെ ഗ്രാമങ്ങളിലും വീടുകളിലും പാടാൻ തുടങ്ങിയപ്പോ അതൊരു മനോഹരമായ കാഴ്ചയായില്ലയോ? ഹബീബ് ഖൽബിലേക്ക് കുടിയിരിക്കുന്നതിന്റെ, കടന്നു വരുന്നതിന്റെ സുന്ദരമായ കാഴ്ചകളാണ്. പോരാ, ഇത് പോരാ, ഇനിയും അത് വളരണം, വികസിക്കണം. ഓ മക്കളെ, ഖൽബിൽ ഹബീബ് ഉണ്ടാകണം. അവിടെ നിന്നില്ലാത്ത നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ആ മുത്തുനബിയിലേക്ക് ഖൽബൊന്നു ചേർന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈല് മാറും, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. നമുക്ക് വല്ലാത്തൊരു ആസ്വാദനം ലഭിക്കും. അപ്പൊ പിന്നെ നിസ്കരിക്കാൻ നമുക്ക് മടിയുണ്ടാവും.
ഉണ്ടാവില്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് മടിയുണ്ടാകില്ല, ദിക്ർ ചൊല്ലാൻ നമുക്ക് മടിയുണ്ടാകില്ല, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകില്ല, വാപ്പാനെ സഹായിക്കാൻ നമുക്ക് മടിയുണ്ടാകില്ല, നാട്ടിലെ മുതിർന്നവരെ ആദരിക്കാൻ നമുക്ക് പ്രശ്നം തോന്നില്ല. നന്മയുടെ സർവ്വകാര്യങ്ങളിലും മുന്നിലുണ്ടാകാനുള്ള മനസ്സുണ്ടാകും. ആ മനസ്സുണ്ടാക്കാനുള്ള ശ്രമം, ആ മനസ്സ് രൂപപ്പെടാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധം അത് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങള് കൽബിലേക്ക് വരണം. ആ തങ്ങള് കൽബിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? എല്ലാത്തിനും അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകുന്നുള്ളൂ. വിശ്വാസത്തിന്റെ മധുരം അനുഭവിക്കണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, തലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നവരാരാണ്? 3 വിഭാഗമാണ്. 3 കാര്യങ്ങൾ മനസ്സിലുള്ളവരാണ്. ആരാണെന്ന് അല്ലാഹു റസൂലു, അല്ലാഹും അവന്റെ റസൂലും അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അത് എന്ത് ചെയ്യുക? അല്ലാഹും അവന്റെ പ്രവാചകരും മറ്റെല്ലാത്തിനേക്കാളും അവരല്ലാത്ത സർവ്വതിനേക്കാളും അവരിലേക്ക് ഇഷ്ടമാകുമ്പോഴാണ് ഈമാനിന്റെ ഹലാവത്ത് മധുരം ലഭിക്കുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ കാര്യം എന്താണ്? യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, പത്രാസത്തിന് വേണ്ടിയല്ല, പിന്നെ അല്ലാഹുവിന് വേണ്ടിയാണ്. അതേ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരനോട് നമ്മുടെ കൽബിൽ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന്റെ കാരണം അവന്റെ സൗന്ദര്യമല്ല, അവന്റെ ദുനിയവിയായ കാര്യങ്ങളല്ല, അവൻ അല്ലാഹുവിന്റെ ദീനിന് അതേ ഖിദ്മത്ത് ചെയ്യുന്നു എന്നതാണ്, നല്ല സ്വഭാവക്കാരനാണ് എന്നതാണ്, തഖ്വയോടെ ജീവിക്കുന്നു എന്നതാണ്. അതിനു വേണ്ടി പരസ്പരം മഹബ്ബത്ത് വെച്ചാൽ അവരുടെ കൽബിലും ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ അവർക്ക് കഴിയും. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ മൂന്നാമത്തെ കാര്യം എന്താണ്? യക്റാവൻ വെറുക്കലാണ്, യഊദ ഫിൽ കുഫ്രി, കുഫ്റിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കലാണ്. കമാ യക്റഹു യഖദഫ ഫിന്നാർ, നരകത്തിലേക്ക് അവനെ ഇടപെടുന്നത്, തീയിലേക്ക് അവനെ ഇടപെടുന്നത് എത്രമാത്രം ഒരാൾ വെറുക്കുമോ അതുപോലെ കുഫറിലേക്ക് പോകുന്നത്. വെറുക്കുന്ന മനസ്സുണ്ടായാൽ, കുഫറിനോട് മനസ്സിൽ വെറുപ്പുണ്ടായാൽ അവനും അതേ ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നവനാണ്, എത്തിക്കുന്നവനാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, പുതിയ കാലത്തെ നവലിവർ ചിന്ത കൽബിലേക്ക് കയറിയിട്ട് ഹബീബിനെ മറന്നു പോകണ്ട, ഇസ്ലാമിനെ വലിച്ചെറിയണ്ട. ഇസ്ലാമിനെ പോലെ ഏറ്റവും പ്രൗഢമായ വിശ്വാസവും പ്രൗഢമായ ജീവിതത്തിന്റെ വടികളും പഠിപ്പിച്ച വേറെ ഒരു സംസ്കാരമില്ല, വേറെ ഒരു സംഗതിയുമില്ല. ഏത് വിഷയത്തിലാണ് നിങ്ങൾ നോക്കൂ, ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ എന്താണ്? ആ കൽപ്പിച്ച കാര്യങ്ങൾ നിസ്കാരമാണ്, നോമ്പാണ്, ഹജ്ജാണ്, സക്കാത്താണ്. നിങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു നോക്കൂ, മാനുഷികമായി നിങ്ങൾ അതിനെ വിലയിരുത്തൂ. ഏറ്റവും പെർഫെക്റ്റ് ആയ ആരാധനകളാണ്. വ്യക്തിപരമായ ഗുണങ്ങളുണ്ട്, സാമൂഹികപരമായ ഗുണങ്ങളുണ്ട്. ഇതല്ല
എല്ലാം അവിടെയുണ്ട്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. 10:30 മണിക്ക് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ പാവപ്പെട്ടവർക്ക് അത്താണിയാകുന്നതാണ് ഒരു കർമ്മം. മനുഷ്യന്റെ മനസ്സിനെ, എല്ലാ മനുഷ്യന്റെ വിഭാഗീയതകളും മറന്നിട്ട് ഏകനായ സൃഷ്ടാവിന്റെ അടിമയെന്ന ആലോചനയിലേക്ക് ഇഴചേർക്കുന്നതാണ് അതേ മറ്റൊരു ആരാധന. വേറെയൊന്നോ ശാരീരികമായ ആരോഗ്യം ഒരു ഭാഗത്തുണ്ട്, അതേസമയം പട്ടിണി പാവങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള മനോവികാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് വേറെയൊന്നോ. മനുഷ്യന്റെ ജീവിതത്തിന്റെ കൃത്യതയും അവന്റെ പഞ്ച്വാലിറ്റിയും ഇതെല്ലാം നിർവഹിക്കപ്പെടുന്ന വിധത്തിലുള്ള ഭൗതികമായി തന്നെ ഗുണമുള്ള, ശാസ്ത്രീയമായി ഒരുപാട് ഗുണമുള്ള, അതേസമയം മനസ്സിന് വലിയ റിലാക്സ് ലഭിക്കുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തിലൂടെ നടക്കുന്നത്. ഈ നിലക്ക് ആരാധനകൾ പുതിയ കാലത്തിന്റെ ശാസ്ത്രീയ കാര്യങ്ങളോ മനഃശാസ്ത്ര കാര്യങ്ങളോ എന്ത് വെച്ച് പഠിച്ചോ ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഇനി മുങ്കറായ കാര്യങ്ങളില്ലയോ? ആ കാര്യങ്ങൾ എന്താണ്? പലിശ വാങ്ങരുത്, കൊടുക്കരുത്, കള്ള് കുടിക്കരുത്, മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാകരുത്. ഇന്ന് ചാനലിൽ വലിയ ചർച്ച എന്താണ്? ആ ചർച്ച ഏതിനെ കുറിച്ചാണ്? എന്നത് റിപ്പോർട്ടിനെ കുറിച്ചല്ലയോ? അതേ സാംസ്കാരികമായ നിലവാരമുണ്ട്. അതേ അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ പറയുന്നവർ, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്ന് നനയ്ക്കുന്ന ആളുകൾ, അത്തരം ആൾക്കാരിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് ചർച്ച പറയുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, അത് പറയേണ്ട സദസ്സല്ലാത്തത് കൊണ്ട്. വലിയവരാണെന്ന് പറയുന്നവർ അവരിങ്ങനെ അതേ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴികൾ കണ്ടെത്തിയിട്ട് അവിഹിതമായ ബന്ധങ്ങളും അതിനോട് നിരാശവും അതിനുവേണ്ടി അതേ മാനസികമായി അസ്വസ്ഥതകളും പ്രകടിപ്പിച്ച് ഈ നാടിൽ നിന്ന് വന്നവർ തിരിച്ചുപോയതിനെ കുറിച്ച് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യത്തെ ഇപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ട് ചാനലുകളിൽ മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിക്കുമ്പോ അതേ അന്യായമായ അവിഹിതങ്ങളാകുന്ന ബന്ധങ്ങള് അതില്ലാതിരിക്കണമെന്നല്ലേ ഇസ്ലാം പറഞ്ഞുള്ളൂ. നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നത്, നിന്റെ സമതയ സമ്പത്തിനെ നശിപ്പിക്കുന്നത്, നിന്റെ മൂല്യങ്ങളെ നശിപ്പിക്കുന്നത്, നിന്റെ നല്ല സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത്, ആ നിലക്ക് നശീകരണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ വിരോധിച്ചിട്ടുള്ളൂ. അല്ലാത്ത വല്ലതും വിരോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടോ? മനുഷ്യന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷയം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിരോധിച്ച ചില കാര്യങ്ങളെ ഉദാഹരണങ്ങളാ പറഞ്ഞത്. ആത്മഹത്യ വർദ്ധിക്കുന്നത് പലിശയിൽ കുടുങ്ങിയിട്ടാണെന്ന് കണക്ക് പറയുമ്പോ അതേ എയ്ഡ്സ് വർദ്ധിക്കുന്നതിന്റെ കാരണം അതേ അവിഹിതമായ ബന്ധങ്ങളാണ്, അശ്ലീലമായ സെക്സ്വലായ പ്രവർത്തനങ്ങളാണെന്ന് കണ്ടെത്തുമ്പോ അതേ കലാപങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നത്, അതേ കൊലകൾ ഒരുപാട് നടക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ ഇവിടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ കുറ്റക്കാരായി പിടിക്കുന്നവരിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പ്രചോദനമായി ഭവിക്കുന്നത് മദ്യമല്ലയോ, മയക്കുമരുന്നല്ലയോ? കൊട്ടേഷൻ സംഘങ്ങൾ എന്തിനാ ഇവിടെ വിഹരിക്കുന്നത്? ആ വിഹരിക്കുന്നതിന്റെ താല്പര്യങ്ങൾ പഠിക്കൂ. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച വിരോധിച്ച കാര്യങ്ങള്, ആ വിരോധിച്ച കാര്യങ്ങൾ ഓരോന്നും എടുത്ത് നിങ്ങൾ വിലയിരുത്തൂ. മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്, മാനസികമായ സുഖത്തിന് വേണ്ടിയാണ്, അതേ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ്, അക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അത്തരം കാര്യങ്ങളല്ലാതെ ഒരാളുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ? മനസ്സിന് സുഖമുള്ള കാര്യം വിരോധിച്ചിട്ടുണ്ടോ? അതേ ഒരു സമൂഹത്തിന്റെ നല്ല നടപ്പിനും നല്ല വളർച്ചയ്ക്കും ഉപകാരപ്പെടുന്നത് വല്ലതും വിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഏറ്റവും നല്ല ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉദാത്തമായ ആശയങ്ങൾ പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികളാകാൻ ഭാഗ്യം ലഭിച്ച സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത്
ലോകത്തെ ഏറ്റവും അതുല്യമായ വ്യക്തിപ്രഭാവത്വം, ഏറ്റവും പ്രൗഢമായ വ്യക്തിത്വത്തെ അനുഭവിപ്പിക്കാൻ അവസരം തന്ന, ഏറ്റവും ഉന്നതമായ വഴികളെ കാണിച്ചു തന്ന, ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ മാതൃകകൾ വരച്ചു കാണിച്ചു തന്ന, ഏത് മനുഷ്യനെയും സ്നേഹത്തോടെ ചേർത്തു നിർത്തിയ, മതത്തിന്റെ വേലിക്കെട്ടുകളില്ല, ജാതിയുടെ വേലിക്കെട്ടുകളില്ല, മറ്റെന്തിന്റെ എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തലുകളില്ല. തമിഴ്നാട്ടിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സന്നദ്ധമായില്ലേ? ജാതിയുടെ പേരിൽ അനുഭവിക്കുന്ന പ്രശ്നം കൊണ്ടല്ലേ? അതേ, ഇസ്ലാമിലേക്ക് വന്നാൽ അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ. അതേ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ലോകത്തിന്റെ നേതാവ് ഏറ്റവും വലിയ ഉന്നതരെയും താഴെ തട്ടിലിരിക്കുന്ന മനുഷ്യരെയും ചേർത്തുവെച്ച നേതാവല്ലയോ? മക്കയിലെ പ്രമാണിയല്ലേ സിദ്ദീഖ് തങ്ങള്? അവിടുത്തെ പ്രമാണിയല്ലേ ഉസ്മാൻ തങ്ങള്? അവിടുത്തെ ഏറ്റവും വലിയ ധീരനല്ലേ ഉമർ ഇബ്നു ഖത്താബ് തങ്ങള്? ആ മഹാന്മാരൊക്കെ നിൽക്കുമ്പോ അവരെ തറവാടുള്ളവരാണ്, മഹത്വമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. അവരെല്ലാം ആ മക്കയിൽ നിൽക്കുമ്പോൾ, മക്കം ഫതഹിന്റെ സമയത്ത് അതേ ജയിച്ചടക്കിയിട്ട് കഅബാലയത്തിന്റെ പരിസരത്ത് വന്ന് നിന്നിട്ട് ആ കഅബാലയം ഇസ്ലാമിന്റെ വിശ്വാസത്തിനനുസരിച്ച് ശുചീകരിച്ച് വൃത്തിയാക്കപ്പെട്ട് മാറ്റം ചെയ്യപ്പെടുമ്പോ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയത് ആരെയാണ്? ആദ്യമായി അതിന്റെ മുകളിൽ നിന്ന് ബാങ്കലി മുഴങ്ങിയത് ആരുടേതാണ്? അടിമത്തത്തിൽ ഒരുപാട് കാലം ജീവിച്ച കറുത്ത വർഗക്കാരനായ, കണ്ടാൽ ഒരു സൗന്ദര്യം പോലും ഇല്ലാത്ത അങ്ങനെയുള്ള മഹാനായ ബിലാൽ ഇബ്നു റവാഹ തങ്ങളില്ലയോ? ആ തങ്ങളല്ലേ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് മുഴക്കിയത്. ചില ആളുകൾ അവിടെ ചോദിച്ചല്ലോ, ഇദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും ആക്കിക്കൂടായിരുന്നോ? ചർച്ചയുണ്ടായല്ലോ, ചരിത്രത്തിലുണ്ടല്ലോ. ആ ചർച്ച നടന്നപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത നിലപാടെന്താണ്? നിറമല്ല, പണമല്ല, അധികാരമല്ല, പിന്നെയോ ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന മനുഷ്യനും മനുഷ്യനാണ്, വിലയുള്ളവനാണ്, മാന്യതയുള്ളവനാണ്. അവനെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നെറുകയിൽ നിൽക്കാൻ ഈ മതം പഠിപ്പിക്കുന്നു എന്ന് ലോകത്തെ പഠിപ്പിക്കാനല്ലയോ? അത്രയും മാനുഷികമായ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാനും അവിടുത്തെ വിശ്വസിക്കാനും അവിടുത്തെ ഉമ്മത്തിൽ പെടാനും ഭാഗ്യം ലഭിച്ച മക്കളെ, ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ, ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ ചില ആളുകൾക്കനുസരിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും അങ്ങനെ വഴിമാറ്റി വിടുന്നതിന് പകരം നിങ്ങളൊന്ന് തിരിച്ചു വരൂ, അതേ മടങ്ങി വരൂ. ജീവിതത്തിന്റെ സർവാധികാര്യങ്ങളിലും ഇസ്ലാമികമായ ചിന്തയോട്, ഇസ്ലാം എന്റെ അഭിമാനമാണ്, എന്റെ സന്തോഷമാണ്, എന്റെ ആത്മാവിന് തുല്യമാണ്, മുത്തുനബിയെ എനിക്ക് ഏറ്റവും ഹൃദയഹാരിയാണ്, എന്റെ ജീവിതത്തിന്റെ മാതൃകയാണ്, എന്റെ ആത്മാവിന്റെ കരുത്താ റൂഹി, എന്റെ ആത്മാവിന് തുല്യം സ്നേഹിക്കുന്ന നേതാവാണ് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രിയപ്പെട്ട പ്രവാചകരെ മനസ്സിൽ കൊണ്ട് നടന്ന് അവിടുന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നമ്മൾ നിരന്തരം ചെയ്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഭാഗ്യമുണ്ടാകും, നമുക്ക് സന്തോഷമുണ്ടാകും. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നു. മദീനയിലേക്ക് മനസ്സൊന്ന് തിരിച്ച് മുത്തുനബിയിലേക്ക് ഒരു സ്വലാത്ത് സലാം ചൊല്ലിയിട്ട്
നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഓ മുഅ്മിനീങ്ങളെ, ഇത് സഫർ മാസത്തിന്റെ അവസാനമാണ്. റബീഉൽ അവ്വലിലേക്കാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബിൽ നല്ല സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഒരുപാട് സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരുപാട് സലാം മദീനയിലെ വിശുദ്ധമായ ഭൂമിയിലേക്ക് പറഞ്ഞേക്കണം. അത്തഹിയ്യാത്തിലിരുന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ ഹബീബ് ഖൽബിലേക്ക് വരണം. റബ്ബ് ഖൽബിലേക്ക് വന്ന ഉടനെ ഹബീബ് ഖൽബിലേക്ക് വരണം. അങ്ങനെ വരാനാണ് റബ്ബിന്റെ ഇഷ്ടം, താല്പര്യം. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് റബ്ബിനോടുള്ള സംഭാഷണത്തിനോട് ചേർത്തിട്ട് ഹബീബിനോടൊന്ന് സംവദിക്കാൻ അല്ലാഹ് തന്നെ പറഞ്ഞത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉമ്മമാരും നല്ല സംഭാവന കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താം. അല്ലാഹു നമ്മുടെ സദഖയൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലണം, സലാം വർദ്ധിപ്പിക്കണം, അവിടുത്തോട് ആത്മബന്ധം സ്ഥാപിക്കണം. ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാകുമ്പോഴേക്ക് ഒരുപാട് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി ജനിച്ചു വീണ ദിവസത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള സദസ്സായി ഈ സദസ്സ് മാറിയാൽ, അതേ അങ്ങനെ ഹബീബിനോട് സലാത്തും സലാമും പറയാൻ അല്ലാഹു ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് റബ്ബിനോട് സംബോധനം ചെയ്യുമ്പോ, സംഭാഷണം നടത്തുമ്പോ അവിടെ നേരെ സംബോധനം നടത്താൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സംഭാഷണം നടത്താൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെയാണ് അവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വന്നത്. അതേ, അല്ലാഹു അവന്റെ ഹബീബിനെ ചേർത്ത് നിർത്തുകയാണ്. റബ്ബ് തആലയെ കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ മുഴുവനും ഹബീബിനെ ചേർത്തു പറയുകയാണ്. വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീൻ അശ്ഹദു. അല്ലാഹുവിലേക്ക് വിളിക്കുമ്പോൾ, 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് മുഴക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അതിനോട് ചേർത്തു പറയാൻ അല്ലാഹ് തന്നെ പഠിപ്പിച്ചതാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് റബ്ബിന്റെ പേരിനോട് ചേർത്ത് വെക്കുകയാണ്. 5 നേരമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇടതടവില്ലാതെയാണ്. അങ്ങനെ ഹബീബിനെ കുറിച്ച് പറയപ്പെടുകയാണ്. ആ റബ്ബിനെ മനസ്സിൽ ഓർമ്മിക്കുമ്പോൾ റബ്ബിലേക്ക് നമ്മെ വഴി നടത്തിയിട്ടുള്ള സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മിച്ചാലോ, അവിടുത്തെ സ്നേഹിച്ചാലോ, അവിടുത്തെ പിൻപറ്റിയാലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ, എന്നോട് പിന്തുടർന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണോ, ഫത്തബിഊനി എന്നാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹിബ്ബുകുമുല്ലാഹ് എങ്കിൽ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളെ പാപങ്ങൾ അല്ലാഹു
അല്ലാഹു പുറത്തു തരും. റബ്ബ് പാപം പുറത്തു തരണോ? അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കണോ? ഹബീബിനെ അനുധാവനം ചെയ്യണം, അവിടുത്തോട് അനുരാഗം വെക്കണം. ആ അനുരാഗത്തിന്റെ മനസ്സോട് ആവുന്ന സുന്നത്തുകൾ കൂടുതലായി, നേരത്തെ ഇല്ലാത്തതിൽ നിന്ന് പുതുതായ ഒന്ന്, ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലോ, 2 റക്അത്ത് ദുഹാ നിസ്കരിക്കലോ, അല്ലെങ്കിൽ റവാത്തിബ് നിസ്കാരം കൃത്യമായി നിർവഹിക്കലോ, വിത്ർ നിസ്കാരത്തിന്റെ എണ്ണം ഒന്ന് കൂട്ടലോ, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഹബീബ് ചെല്ലാൻ പഠിപ്പിച്ച ദിക്റുകളൊന്ന് ചെല്ലലോ, നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ പതിവാക്കലോ. ഇങ്ങനെ നേരത്തെ അത്ര ശ്രദ്ധ കാണിക്കാതെ അലസമായി നമ്മൾ കഴിച്ചുകൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് ചിലതൊന്ന് നമ്മൾ മുറുകെ പിടിച്ച് സുന്നത്തിനെ ഒന്ന് ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഹബീബിനോട് സ്നേഹം കാണിച്ച് സ്വലാത്ത് സലാം നമ്മൾ ചൊല്ലി വർദ്ധിപ്പിച്ചാൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടും. അവൻ നമുക്ക് പാപങ്ങൾ പുറത്തു തരും. അത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം, ഒരുപാട് സലാം വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ച് ഹബീബിലേക്ക് കൽബ് ലയിപ്പിക്കണം. ആ നിലക്ക് കൽബ് ലയിച്ച് കിട്ടിയാൽ വലിയ സന്തോഷമാണ്. എപ്പോഴാണ് നമ്മൾ പിരിയേണ്ടതെന്നറിയില്ല. പിരിച്ചിലിന്റെ സമയത്ത് കൈപിടിക്കാൻ ഒരാൾ വേണം. അത് ദുനിയാവിലെ ഒരാളും നമുക്ക് ലഭിക്കൂല. അവിടെ കൈപിടിക്കാനുണ്ടാകുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ സഹോദരാ, നമ്മുടെ ഈ വേദി ആരുടെ പേരിലാണ്? പ്രിയപ്പെട്ട ഹബീബ് സുഹൈൽ കുട്ടമശ്ശേരിയുടെ പേരിലല്ലയോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെക്ടറിന്റെ ഭാരവാഹിയല്ലയോ? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കൂട്ടുകാരനല്ലയോ? അവൻ ഇവിടെയും ഈ മജ്ലിസിലും ഉണ്ടാകേണ്ടവനായിരുന്നില്ലേ? ഈ സെക്ടർ പരിധിയിൽ ജില്ലാ സാഹിത്യോത്സവം നടക്കുമ്പോ ഓടി നടക്കേണ്ട കൂട്ടുകാരനായിരുന്നില്ലേ? പ്രായം കൊണ്ട് അങ്ങനെയാണല്ലോ. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ അധ്വാനിക്കേണ്ടവനാണല്ലോ. പക്ഷേ ആ കൂട്ടുകാരൻ ഇന്ന് നമ്മുടെ സദസ്സിലില്ല. പ്രായമെത്തിയിട്ട് പോയതല്ല, നമ്മുടെ ധാരണ പ്രകാരമല്ലല്ലോ. അള്ളാഹു തീരുമാനിച്ച സമയം വന്നപ്പോൾ തിരിച്ചു വിളിച്ചതാണ്. ആ ഹബീബ് ആരുടെ മണ്ണിലാണ്? അള്ളാഹുവേ, ആ ഖബറിലേക്ക് ഈ സദസ്സ് സന്തോഷമായി ഹദിയയായി എത്തിക്കണേ അല്ലാ. അവർക്ക് ഈനാസായി എത്തിക്കണം അല്ലാ. സുഹൈലിനെ ഓർമ്മിച്ചത് എന്തിനാണ്? മരണപ്പെടും വരാമെന്ന ആലോചനക്കാണ്. നിനക്കാതെ മരണം വന്ന് സ്വീകരിച്ചു പോയ ഒട്ടനവധി കൂട്ടുകാരുടെ പ്രതീകമാണ് സുഹൈൽ എന്ന കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ മനസ്സിൽ ഓർമ്മിക്കുമ്പോ അതേ 40 കഴിഞ്ഞ് എനിക്ക് ബേജാറാണ്. നിങ്ങൾക്ക് പലർക്കും ബേജാറാണ് ഉണ്ടാകേണ്ടത്. ആയുസ്സെങ്ങനെ തീരുന്നു? അമലുകളില്ല, സമ്പാദ്യങ്ങളൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. എപ്പോഴാണ് പോകേണ്ടതെന്നും അറിയില്ല. വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ആ വിളി വന്നാൽ സന്തോഷത്തോടെ ഒന്ന് തിരിച്ചു നടക്കണം. അവിടെ സ്വീകരിക്കാൻ ആള് വേണം. ആളിനെ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, അവിടെ ഒരവലംബമേ ഉള്ളൂ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ തങ്ങളെ കൽബ് കൊണ്ട് കണ്ട് മദീനയിലേക്ക് എല്ലാ ദിവസവും സ്വലാത്തും സലാമും ചൊല്ലണം. ഈ സദസ്സിൽ ഒരു സലാമു ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാമല്ലോ. മദീന മനസ്സിലുണ്ടോ? പച്ചക്കുമ്പക്ക് താഴെ ലോകത്തിന്റെ നേതാവ് അന്തിയുറങ്ങുകയാണല്ലോ.
ഹുജറത്തു ശരീഫയിൽ ഈ സദസ്സു കണ്ട ലോകത്തിന്റെ നേതാവ് കിടക്കുന്നുണ്ടല്ലോ. ആ ഹബീബിന്റെ റഹ്മത്തിന്റെ നോട്ടമുള്ള മജ്‌ലിസാക്കി അല്ലാഹുവേ ഈ മജ്‌ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഓ സഹോദരങ്ങളെ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അളമുഹു ഫത്വബ മിൻ തീബിഹിൻ നൽഖാഉ വലകമു നഫ്സിൽ ഫിദാഉ لقابر أنت سكينه فيه العفاف وفيه الجود والكرم. سل مدينتك صلاة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അവിടുന്ന് കിടക്കുന്ന ഇടം ശ്രേഷ്ഠമാണ്. ആ ശരീരം ചേർന്ന് നിൽക്കുന്ന മണൽത്തരികൾ പ്രൗഢമാണ്. കഅബാലയം നിൽക്കുന്ന സ്ഥലത്തെക്കാൾ വിശുദ്ധമാണ്. ആ മണ്ണിൽ കിടക്കുന്ന നേതാവ് ചില്ലറക്കാരനല്ല. അതോടെ നമ്മുടെ മനസ്സിലെ മദീനയിലെ ഹുജറത്തു ശരീഫയുടെ പരിസരത്ത് കൊണ്ടുവെക്കുമോ? കൽബ് കൊണ്ട് കാണുമോ? ഉമ്മത്തിനെ നിരീക്ഷിച്ചു കിടക്കുന്ന നേതാവുണ്ട്. അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. വസയറല്ലാഹു അമലക്കും വറസൂലു. അല്ലാഹു അവന്റെ പ്രവാചകരും നിങ്ങളെ പ്രവർത്തനം കാണുമെന്നാണ്. ഹയാത്ത് കാലത്ത് മാത്രമാണെന്നൊരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്. ആ നിലക്ക് നമ്മെ നിരീക്ഷിക്കുന്ന ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ മുറാദിൽ മുസ്തഖീം ശംസുൽ ആരിഫീൻ സിറാജിസ് സാലികീൻ മിസ്ബാഹിൽ മുഖറബീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا إلى الله الحنان المنان سيد الأبرار محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖൽബ് പൊട്ടി ഒരു സലാം പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ നിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ ഹബീബ് വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംഗമിച്ച് കാര്യങ്ങൾ സംസാരിച്ചവരാണ്. ഈ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസ് നീ റൗളയിലേക്ക് എത്തിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് സലാമും അടക്കപ്പെടുന്ന മജ്‌ലിസാക്കി, വ്യക്തികളാക്കി, സാധുക്കളായ ഞങ്ങളെ ഒന്ന് നീ കബൂൽ ചെയ്തു തരണേ അല്ലാഹ്. ആഖിറുസമാനിലുള്ള ഞങ്ങള്, ഒന്നിനും കൊള്ളാത്ത ഞങ്ങള്, ചപ്പു ചണ്ടി ചവറുകളായ ഞങ്ങള്, കയ്യിലൊരു അമലുമില്ലാത്ത ഞങ്ങള്, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ആകെയുള്ള മാർഗം നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ ശഫാഅത്തും ആ തങ്ങളുടെ നോട്ടവും റഹ്മത്തിന്റെ നോട്ടവും അവിടുത്തെ കൊണ്ട്
രക്ഷപ്പെടുന്ന ഉമ്മത്തുകൾപ്പെട്ടവരായും ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി നീ മാറ്റി തരണം അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ സുഹൈൽ അടക്കം ആരെല്ലാം ഞങ്ങളെ പ്രവർത്തകരായി നേരത്തെ പിരിഞ്ഞവർ, പ്രിയപ്പെട്ട എൻ്റെ മകൻ മുഹമ്മദ് സിനാൻ അടക്കം എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും കുറച്ച് സ്വലാത്തിൽ എന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇഷ്ടം പൊരുത്തം എനിക്ക് കിട്ടണം എന്ന് മനസ്സുകൊണ്ട് നിയ്യത്താക്കിയിട്ട് നല്ല ഒരു സംഭാവന എല്ലാവരും സാധുവായ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്തു തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒരു 11 സ്വലാത്ത് ഇല്ല. ആ സ്വലാത്തിൽ നിന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല സംഭാവന കൊണ്ടുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ